Good evening. So, നമ്മുടെ MTP second series ആണ് MTP2. I hope നിങ്ങൾ നെഗോഷ്യബിളിന്റെ വീഡിയോ കണ്ടു, അതുപോലെ MTP1 സീരീസും കണ്ടു. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് സീരീസ് ഫോർ സെപ്റ്റംബർ സെഷൻ, സെപ്റ്റംബർ എക്സാമിന്റെ MTP സീരീസ്. ഇതിനകത്ത് കമ്പയർഡ് ടു ദി MTP1 അങ്ങനെ ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ടൊന്നും ഞാൻ കണ്ടില്ല, കംപ്ലീറ്റ്ലി ന്യൂ ക്വസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷെ പഴയ ക്വസ്റ്റൻസ്, അതായത് പണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്നോ അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ തന്നെയാണ് MTP2 അവർ ഇട്ടേക്കുന്നത്. MTP1 എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് MTP2 ആണ്. കാരണം പണ്ടൊക്കെ സ്ഥിരം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ട്. ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫർ, അങ്ങനെ കുറച്ച് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അതിട്ട് അങ്ങനത്തെ കുറെ ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് ആക്ച്വലി അവർ MTP2 ഇട്ടിട്ടുണ്ട്. സോ ഐ ലൈക്ക് MTP2. സോ രണ്ട് MTPക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ MTP2 വാട്ട് ഐ ഫെൽറ്റ് ഇസ് they've repeated a lot of previous year questions, a lot of previous year questions. So probably ഇത് കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, so let us start with the first question. Indian Contract Act as usual. നമുക്ക് start ചെയ്യാം. Ashok goes to supermarket to buy a air conditioner. He selects a branded air conditioner having a price tag of rupees 40,000 after a discount of 30,000. So Ashok is actually gone to a supermarket to buy a air conditioner. ഒരു ബ്രാൻഡഡ് എയർ കണ്ടീഷണർ ചൂസ് ചെയ്യുന്നു. ശരിക്കുള്ള പ്രൈസ് ടാഗ് 40,000 ആണ്, ഡിസ്കൗണ്ട് ശേഷം ഓഫ് 3,000. അശോക് റീച്ചസ് എ ക്യാഷ് കൗണ്ടർ ഫോർ മേക്കിംഗ് ദ പേയ്മെന്റ്, ബട്ട് കാഷ്യർ സേസ് സോറി സർ, ദ ഡിസ്കൗണ്ട് വാസ് അപ് ടു യെസ്റ്റർഡേ. ഇന്നലെ വരെ ആയിരുന്നു ഡിസ്കൗണ്ട് എന്ന് കാഷ്യർ പറയുന്നു. ദർ ഇസ് നോ ഡിസ്കൗണ്ട് ഫ്രം ടുഡേ, ഹെൻസ് യു ഹാവ് ടു പേ 43,000 rupees. അശോക് ഗോട്ട് ആംഗ്രി ആൻഡ് ഇൻസിസ്റ്റ് ഫോർ 40,000 rupees. അപ്പൊ അശോക് പറയുന്നു ഇല്ല, ഐ ഉള്ളി പേ യു 40,000. കാഷ്യർ പറയുന്നു ഇന്നലെ വരെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേറ്റ് വിത്ത് റീസൺസ് വെദർ under the Indian Contract Act 1872 Ashok can enforce a cashier to sell at discounted price, that is 40,000 rupees. അശോകിന് കാഷ്യറിനെ ഫോഴ്സ് ചെയ്തിട്ട് 40,000 rupeesന് തന്നെ തരാൻ വേണ്ടി പറയാൻ പറ്റുമോ? No, this is a concept of offer and invitation to offer. And invitation to offer is different from offer. Invitation to offer എന്ന് പറയുന്ന ഒരു സംഭവം ഓഫർ ആയിട്ട് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. Quotations, menu card, price tag, advertisements in newspaper for sale are not offer. ഇപ്പൊ നമ്മൾ ചില കൊട്ടേഷൻസ് കൊടുക്കുക, മെനു കാർഡ്സിനകത്ത് പ്രൈസസ് എഴുതുക, പ്രൈസ് ടാഗുകൾ വെക്കുക, അഡ്വർടൈസ്മെന്റ്സ് ന്യൂസ് പേപ്പറിൽ കൊടുക്കുക, ഇതിനെയൊന്നും ഓഫർ എന്ന് നമ്മൾ വിളിക്കുന്നില്ല. കാരണം ഇതിനകത്തൊക്കെ നെഗോസിയേഷന്റെ ഓപ്ഷൻസ് ഉണ്ട്, നെഗോഷിയേറ്റ് ചെയ്യാൻ, ബാർഗെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ ഫൈനൽ പ്രൈസ് ആയിട്ട് ഒരിക്കലും പറയുന്നില്ല. Therefore it is not categorized as offer, it is treated as invitation to offer. These are merely invitation to the public to make an offer. An invitation to an offer is an act precedent to make an offer. അതായത് ഓഫറിന് മുന്നേ വരുന്ന ഒരു സംഭവമാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ. Acceptance of an invitation to offer does not result in contract and only an offer emerges in the process of negotiation. Invitation to offer എന്ന് പറയുന്നത് ഓഫറിന് മുന്നേ വരുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും ഇൻവിറ്റേഷൻ ടു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കോൺട്രാക്റ്റ് ആയി മാറൂല, അത് ഓഫർ ആയിട്ട് മാറും. ഓഫർ പിന്നെ അക്സെപ്റ്റൻസോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായി മാറും? കോൺട്രാക്റ്റ് ആയി മാറും. ഇൻ ദ ഗിവൺ കേസ് ഇവിടെ തൊട്ടിട്ടാണ്. അപ്പൊ ഇവിടം വരെ പ്രൊവിഷൻ ആണ്, ഇവിടം വരെ ഇറ്റ് ഇസ് പ്രൊവിഷൻ. ഇത് അനാലിസിസ് കൺക്ലൂഷൻ അവർ ഒരുമിച്ച് എഴുതിയേക്കാണ്. ഇൻ ദ ഗിവൺ കേസ് അശോക് റീച്ചസ് ടു ദ സൂപ്പർ മാർക്കറ്റ്. കഥ മൊത്തം പറയാണ്. ഓൺ ദ ബേസിസ് ഓഫ് ദ എബവ് പ്രൊവിഷൻ ആൻഡ് ഫാക്ട്സ്, the air conditioner was not an offer, it is merely an invitation to offer. Price tag ഓട് കൂടി അവർ വെച്ചിരുന്ന ഒരു സംഭവമാണ്. സോ അതൊരു ഓഫർ അല്ല, ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. Hence it is the Ashok who is making the offer and not the supermarket. Cashier has a right to reject the Ashok's offer. Therefore Ashok cannot enforce the cashier to sell it at a discounted price. So the first paragraph is the provision, the second paragraph is the analysis, and the last paragraph was the conclusion. ഇവിടം വരെ ഇറ്റ് ഇസ് അനാലിസിസ്. ദിസ് ഇസ് അനാലിസിസ് ആൻഡ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ഫ്രം ഹിയർ ഇറ്റ് ഇസ് കൺക്ലൂഷൻ. സോ ഇവിടെ അശോക് അവിടെ ജസ്റ്റ് ഇൻവിറ്റേഷൻ ടു ഓഫർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവിടെ ഇൻവിറ്റേഷൻ ടു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓഫറായി മാറുന്നു, ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നുള്ളൂ. ഇത് ഒരു ഓഫർ അല്ലാത്തത് കൊണ്ട് അശോകിന് ഒരിക്കലും ക്യാഷ്യറിനെ ഫോഴ്സ് ചെയ്തിട്ട് ആ പറയുന്ന ഗുഡ്സ് അയാൾ പറയുന്ന 40,000 സെല് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റില്ല. ക്ലിയർ ആണോ? ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, പണ്ട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റൻ ആണ്. ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫർ, ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റൻ. യു മാർക്ക് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത്. Rahul, a transporter,
വാസ് ഇതും ഞാൻ പറഞ്ഞില്ലേ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് പണ്ട് ചോദിച്ചുകൊണ്ടുവന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിട്ടിട്ടുണ്ട്. എമർജൻസിന്റെ കേസ് ഒരു ക്വസ്റ്റൻ ആണ്. രാഹുൽ എ ട്രാൻസ്പോർട്ടർ വാസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ടൊമാറ്റോസ് ഫ്രം എ റൂറൽ ഫാം ടു എ സിറ്റി ബൈ അശ്വിൻ. സോ ഒരു റൂറൽ ഫാമിൽ നിന്ന് കുറച്ച് ടൊമാറ്റോസ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഡ്യൂ ടു ദ ഹെവി റെയിൻ രാഹുൽ വാസ് സ്റ്റാൻഡഡ് ഫോർ മോർ ദൻ 2 days. 2 ദിവസമായിട്ട് അത് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല, ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റിയില്ല. രാഹുൽ സോൾഡ് ദ ടൊമാറ്റോ ബിലോ ദ മാർക്കറ്റ് റേറ്റ്, മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവായിട്ട് വിറ്റു. ഇൻ ദ നിയർ ബൈ മാർക്കറ്റ് വേർ ഹി വാസ് സ്റ്റാൻഡഡ് ഫിയറിംഗ് ദ ടൊമാറ്റോസ് മേ പെരിഷ്. ടൊമാറ്റോ ഒരു പെരിഷബിൾ ഗുഡാണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നത് കൊണ്ട് നിയർ ബൈ മാർക്കറ്റിൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവായിട്ട് വിൽക്കേണ്ടി വന്നു. ക്യാൻ അശ്വിൻ റിക്കവർ ദ ലോസ് ഫ്രം രാഹുൽ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് രാഹുൽ ഹാസ് ആക്ടഡ് ബിയോണ്ട് ഹിസ് അതോറിറ്റി. ഇവിടെ ആക്ടഡ് ബിയോണ്ട് ദ അതോറിറ്റി നമ്മൾ കാണൂല. ഇതിനെ നമ്മൾ എങ്ങനെ കാണുള്ളൂ? ഇൻ കേസ് ഓഫ് എൻ എമർജൻസി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലേ കാണത്തുള്ളൂ. ഏജൻസ് അതോറിറ്റി ഇൻ കേസ് ഓഫ് എൻ എമർജൻസി പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. An agent has an authority in an emergency to do all such act for the purpose of protecting his principal from the loss done by a person of ordinary prudence in his own case under similar circumstances. ഇതേ പ്രൊവിഷൻ പാർട്ട്ണർഷിപ്പിനകത്തും കിടപ്പുണ്ട്. ഒരാള് ഒരു ഏജന്റ് പ്രിൻസിപ്പലിനെ ലോസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുവാണ്. സാധാരണ ഒരു മനുഷ്യർ ഇതേ സിറ്റുവേഷനിൽ എന്ത് ചെയ്തേനെ അത് തന്നെ ഏജന്റും ചെയ്തിട്ടുള്ളൂ. ആ കേസിൽ ഏജന്റ് ഒരിക്കലും ബിയോണ്ട് ദ അതോറിറ്റി ചെയ്തു എന്ന് വിശ്വസിക്കരുത്. ഹി ഹാസ് ആക്ടഡ് ഓൺലി ലൈക്ക് എ മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ്. അപ്പോൾ അയാൾ ബിയോണ്ട് ദ അതോറിറ്റി അല്ല ചെയ്തേക്കുന്നത്, ഇൻ കേസ് ഓഫ് എൻ എമർജൻസി ആണ് ചെയ്തേക്കുന്നത്. ഹിയർ രാഹുൽ ആക്ട്സ് ഇൻ എൻ എമർജൻസി ആസ് എ മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ്. സോ അശ്വിൻ വിൽ നോട്ട് സക്സീഡ് അഗേൻസ്റ്റ് ഹിം ഫ്രം റിക്കവറിംഗ് ദ ലോസ്. അശ്വിൻ ഒരിക്കലും ലോസ് ചോദിച്ചെടുക്കാൻ പറ്റില്ല. നീ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവല്ലേ വിറ്റത്, എനിക്കത് കാരണം നഷ്ടം സംഭവിച്ചു, നീ നഷ്ടം നികത്തണം എന്ന് പറയുന്ന സംഭവം ചോദിക്കാൻ പറ്റൂല. കാരണം ഇവിടെ ഏജന്റ് ആക്ട് ചെയ്തത് ടു പ്രൊട്ടക്ട് ദ പ്രിൻസിപ്പൽ ഫ്രം എ ലോസ് ലൈക്ക് എ മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ് അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ് വുഡ് ഡു. ഇതും പണ്ട് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത് പാർട്ട്ണർഷിപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഇമ്പോർട്ടന്റ് ആണ്, ഏജന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? സെക്ഷൻ 13 പാർട്ട്ണർഷിപ്പ് ആക്ടിനകത്ത് 13 21 പറയുന്നുണ്ട്. ഫേം മറ്റേ ഇൻ കേസ് ഓഫ് എൻ എമർജൻസി എങ്ങനെ ഇൻഡെമിനിഫൈ ചെയ്യുമെന്നും പാർട്ട്നേഴ്സ് അതോറിറ്റി ഇൻ കേസ് ഓഫ് എൻ എമർജൻസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ആക്ടിനകത്ത് ഒരു പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? കെൻ വി ഗോ അഹെഡ്? ക്ലിയർ? ക്ലിയർ ആണോ? Next, Mr. Mohan had purchased some goods from Sunflower Limited on credit. ഇതൊരു previous year question ആണ്. A credit period of 1 month was allowed to Mr. Mohan. So Mr. Mohan കുറച്ച് ഗുഡ്സ് സൺഫ്ലവർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ അടുത്ത് നിന്ന് മേടിക്കുകയാണ്. ഒരു ക്രെഡിറ്റ് പീരീഡ് അലൗ ചെയ്തിട്ടുണ്ടായിരുന്നു മിസ്റ്റർ മോഹന്. ബിഫോർ ദ ഡ്യൂ ഡേറ്റ് മിസ്റ്റർ മോഹൻ വെന്റ് ടു ദ കമ്പനി. ഡ്യൂ ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ മോഹൻ കമ്പനിയുടെ അടുത്തോട്ട് പോകുന്നു ആൻഡ് വാണ്ടഡ് ടു റീപേ ദ എമൗണ്ട് ഡ്യൂ ഫ്രം ഹിം. എത്ര പൈസയുണ്ടോ അത് റീപേ ചെയ്യാൻ വേണ്ടി. ഹി ഫൗണ്ട് ഓൺലി മിസ്റ്റർ രമേശ് ഹു വാസ് എ ഫാക്ടറി സൂപ്പർവൈസർ ആയിട്ടുള്ള മിസ്റ്റർ രമേശിനെ മാത്രമേ കാണുന്നുള്ളൂ. മിസ്റ്റർ രമേശ് ടോൾഡ് മിസ്റ്റർ മോഹൻ ദാറ്റ് അക്കൗണ്ടന്റ് ആൻഡ് ദ കാഷ്യർ ആർ ഓൺ ലീവ്. രണ്ടുപേരും ലീവിലാണ്. ഹീസ് ഇൻ ചാർജ് ഓഫ് റിസീവിംഗ് ദ മണി. അയാളാണ് പൈസ ഇപ്പൊ റിസീവ് ചെയ്യാനായിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ആൻഡ് ഹി മേ പേ ദ എമൗണ്ട് ടു ഹിം. അയാൾക്ക് പൈസ കൊടുത്താൽ മതി. മിസ്റ്റർ രമേശ് issued a money receipt under his signature. After 2 months, Sunflower Limited issued a notice to Mr. Mohan for the non-payment of the dues within the stipulated period. So Mr. രമേശ് അതായത് മിസ്റ്റർ രമേശ് അത് റിസീവ് ചെയ്യുന്നു, എന്നിട്ട് മണി റെസിപ്റ്റ് കൊടുക്കുന്നു അയാളുടെ സിഗ്നേച്ചറിൽ. 2 മാസത്തിന് ശേഷം സൺഫ്ലവർ ലിമിറ്റഡ് നോട്ടീസ് അയച്ചിട്ട് പറയാ, മിസ്റ്റർ മോഹൻ നിങ്ങൾ തരാനുള്ള പൈസ നിങ്ങൾ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ മിസ്റ്റർ മോഹൻ സൺഫ്ലവർ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനിയോട് പറയാണ്, ഞാൻ ഓൾറെഡി ഈ പൈസ ക്ലിയർ ചെയ്തിരുന്നു, ഞാൻ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾക്കാണ് കൊടുത്തത്. ഹി ഓൾസോ കണ്ടന്റഡ് ദാറ്റ് മിസ്റ്റർ രമേശ് എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ കൊടുത്തപ്പോൾ അയാൾ ആ കമ്പനിയുടെ എംപ്ലോയി ആണല്ലോ. അപ്പൊ അത് എന്നിട്ട് അയാൾ പറഞ്ഞായിരുന്നു കാഷ്യറും അക്കൗണ്ടന്റ് ലീവാണ്, അയാളെയാണ് ഇപ്പോഴത്തെ ഇൻചാർജ്, സോ അയാൾക്കാണ് ഞാൻ കൊടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് ഈ നിങ്ങളുടെ അവിടെ അയാൾക്ക് അത് മേടിക്കാനുള്ള റൈറ്റ് ഉണ്ട്, മേടിക്കാനുള്ള റൈറ്റ് ഇല്ല, ഇതൊക്കെ ഇന്റേണൽ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാനത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അനലൈസ് ദ സിറ്റുവേഷൻ ആൻഡ് ഡിസൈഡ് വെദർ മിസ്റ്റർ മോഹൻ ഇസ് ഫ്രീ ഫ്രം ഹിസ് ലയബിലിറ്റി. ലയബിലിറ്റിയിൽ നിന്ന് ഫ്രീ ആകോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഇവിടെ ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ആണ് ആപ്ലിക്കബിൾ ആവുക. എന്താണ് ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്? ഔട്ട്സൈഡറിന് പ്രൊട്ടക്ഷൻ കിട്ടും, കമ്പനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല. അതാണ് ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. എന്തുകൊണ്ടാണ് കമ്പനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടാത്തത്? ഇന്റേണൽ പ്രൊസീഡിംഗ്സിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുക, അകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒന്നും പുറമെ ഉള്ള ആള്
അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഹി ക്യാൻ പ്രിസ്യൂം ദാറ്റ് എവറിത്തിങ് ഹാസ് ബീൻ പ്രോപ്പർലി ഡൺ. സോ ഇന്റേണൽ പ്രൊസീഡിങ്സ് ഒക്കെ പ്രോപ്പർലി ഡൺ ആണെന്ന് ആർക്ക് പ്രിസ്യൂം ചെയ്തെടുക്കാം? ഔട്ട്സൈഡിൽ നിന്ന് പ്രിസ്യൂം ചെയ്തെടുക്കാം. സോ അതുപോലെയാണ് ഇവിടെയും കാണുക. ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഈസ് എൻ എക്സെപ്ഷൻ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പറഞ്ഞാൽ കമ്പനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, ഔട്ട്സൈഡിന് പ്രൊട്ടക്ഷൻ കിട്ടൂല. സോ ഇറ്റ് ഇസ് എൻ എക്സെപ്ഷൻ ഓഫ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഔട്ട്സൈഡേഴ്സ് ആർ ഡീംഡ് ടു ഹാവ് നോട്ടീസ് ഓഫ് ദ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് എ കമ്പനി. സോ നമ്മൾ അതായത് മെമ്മോറാൻഡും ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചിട്ടേ കയറാൻ പാടുള്ളൂ. പക്ഷെ ഇന്റേണൽ പ്രൊസീഡിങ്സിനെ പറ്റി അധികം വളരെ ക്ലിയർ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെ കഥയാണ്. The doctrine of indoor management is important to persons dealing with a company through its directors or other person. That outsiders no bhayangara important aanu. They are entitled to assume that the acts of the directors or other officers of the company are validly performed. Outsiders ne assume cheya directors um ainde agathu nadakkunna karyangalokka properly performed aanu and they are within the scope of the authority. അപ്പോൾ ഔട്ട്സൈഡർ ഡീലിംഗ് വിത്ത് ദ കമ്പനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു അസ്യൂം ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ ഡൺ ഇൻ ദ മാനർ റിക്വയർഡ്. സോ ഈ പറയുന്ന കേസിൽ മിസ്റ്റർ രമേശ് എന്ന് പറയുന്ന ഒരാൾ ആ കമ്പനിയുടെ എംപ്ലോയി ആയിരുന്നു. അയാൾ പൈസ മേടിച്ചപ്പോൾ റെസീപ്റ്റ് കൊടുത്തിട്ട് സിഗ്നേച്ചർ കൊടുക്കുന്നു. അപ്പോൾ മിസ്റ്റർ മോഹൻ അസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും ഇയാൾക്ക് പൈസ മേടിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. മിസ്റ്റർ രമേശ് തന്നെയാണ് പറയുന്നത് ക്യാഷ്യർ അവധിയാണ്, അക്കൗണ്ടിന് അവധിയാണ്, ഇപ്പം അയാളാണ് ഇൻചാർജ്. ഇതകത്ത് നടത്തുന്ന ഒരു ചേഞ്ച് പുറത്തെ ആൾ അത് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് പ്രിസ്യൂം ചെയ്യാം എവറിത്തിങ് ഹാസ് ബീൻ പ്രോപ്പർലി ഡൺ. ഹെൻസ് മിസ്റ്റർ Mohan will be free from the liability of the payment of the goods purchased from Sunflower Limited as he has paid amount due to an employee of a company. അത് അയാൾ കൊടുത്തത് എംപ്ലോയിക്ക് തന്നെയാണ്. കാരണം ഇതേ എംപ്ലോയി തന്നെ പറയുകയാണ് അക്കൗണ്ടന്റും ഇന്ന ആളും ലീവിലാണ്, അയാളാണ് ഇൻചാർജ്, അതുകൊണ്ട് മേടിക്കുന്നു. ഇന്റേണൽ അഫയേഴ്സിന്റെ കാര്യം ഔട്ട്സൈഡർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് പ്രൊട്ടക്ഷൻ ഇവിടെ ആർക്ക് കിട്ടും? മിസ്റ്റർ മോഹന് കിട്ടും. സൺഫ്ലവർ ലിമിറ്റഡിന് ഇവിടെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റൂ? ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇത് നിങ്ങളുടെ വർക്ക് ബുക്കിൽ എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ ഓൺലി. അടുത്തത്, മൈക്ക് ലിമിറ്റഡ് ഇസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ഹാവിംഗ് എ liaison office at Singapore. Explain in detail the meaning of a foreign company. So incorporated in India, having a liaison office at Singapore. And analysis on whether Mike Limited would be called as a foreign company as it established a liaison office at Singapore as per the provisions of Companies Act. Foreign company in 2 clause 42 prakaram, a company formed or incorporated outside India and has a place of business in India. എന്നിട്ട് നോക്കിക്കേ, ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. സ്വന്തമായിട്ടോ ഒരു ഏജന്റ് വഴിയോ, അത് ഫിസിക്കൽ ആകാം, ഇലക്ട്രോണിക് മോഡ് ആകാം, കണ്ടക്ട്സ് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ എനി അതർ മാനർ. വേറെ ഏത് രീതിയിലും ബിസിനസ് ആക്ടിവിറ്റി ചെയ്താലും അതിനെ നമ്മൾ എന്ത് തന്നെ വിളിക്കുള്ളൂ? ഫോറിൻ കമ്പനീനെ വിളിക്കുള്ളൂ. മൈക്ക് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ. അതിന്റെ ബ്രാഞ്ച് എവിടെ ഉള്ളത്? സിംഗപ്പൂരിലാണ്. So even though liaison office was officially established at Singapore, it would not be called as a foreign company as per the provisions of the Companies Act. കാരണം ഫോറിൻ കമ്പനി എന്നുള്ളൊരു പേര് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് ഫോം ചെയ്തിട്ടോ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടോ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി ആയിരിക്കണം. ഇവിടെ അതിന് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പുറത്ത് ബ്രാഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. For our purpose, that will not be treated as a foreign company. ഓക്കെ അല്ലേ? ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 29 സെക്ഷൻ 30 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ കിടപ്പുണ്ട്. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ക്ലിയർ? ക്യാൻ വി ഗോ അഹെഡ്? പോവാമോ? Okay. Next is whether a minor may be admitted to the business of a partnership firm
Also explain the rights of a minor in the partnership form under the Indian Partnership Act 1932. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. മൈനറിനെ ഒരിക്കലും നമുക്ക് പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ മൈനർ മേ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. എന്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത്? കാരണം കോൺട്രാക്ട് പ്രകാരമാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആകുന്നത്. കോൺട്രാക്റ്റിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ആ പേഴ്സന്റെ ഫസ്റ്റ് സംഭവം എന്താണ് പറയുന്നത്? അതിനകത്ത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കണ്ടീഷൻ എന്താണ്? മേജർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മൈനറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല? പാർട്ട്ണർ ആവാൻ വേണ്ടി പറ്റൂല. A minor cannot be bound by a contract because a minor's contract is void and not merely voidable. Minor cannot become a partner in a firm because partnership is founded on a contract. Contract പ്രകാരമാണ് ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നത്. Minor cannot be a partner in a firm. He can nonetheless be admitted to the benefits of partnership under section 30. He can validly be given a share in the profits of the business. ഒരു ഷെയർ കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. When this has been done, it can be done with the consent of all the partners. So benefits ആയിട്ട് അഡ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും it should be with the consent of all the partners. എന്തൊക്കെയാണ് റൈറ്റ്? ഒരു മൈനർ പാർട്ട്ണർ ഹാസ് എ റൈറ്റ് ടു ഹിസ് എഗ്രീഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം. അവൻ എഗ്രി ചെയ്യാതെ എത്രമാത്രം പ്രോഫിറ്റ് അവർ എഗ്രി ചെയ്തിട്ടുണ്ടോ ആ പ്രോഫിറ്റ് മൊത്തം കൊടുക്കണം. ഹി ക്യാൻ ഹാവ് ആക്സസ്, ഇൻസ്പെക്ട് ആൻഡ് കോപ്പി ദ അക്കൗണ്ട്സ് ഓഫ് ദ ഫേം. മൈനറിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്സസ് ചെയ്യാം, ഇൻസ്പെക്ട് ചെയ്യാം, അതിന് കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് അവന്റെ ഷെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവന് അക്കൗണ്ട്സ് എത്രയാണെന്ന് വെച്ചാൽ അവന് സ്യൂ ചെയ്തിട്ട് അവന് ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റും. മേജർ ആവുന്ന സമയത്ത്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ്, ഓൺ അറ്റൈനിങ് ദ മെജോറിറ്റി, മേജർ ആവുന്ന സമയത്ത് ഹി മേ വിതിൻ 6 months ഇലക്ട് ടു ബിക്കം എ പാർട്ണർ ഓർ നോട്ട് ടു ബിക്കം എ പാർട്ണർ. സോ മേജർ ആകുമ്പോൾ 6 മാസത്തിനുള്ളിൽ അവന് വേണമെന്നുണ്ടെങ്കിൽ പാർട്ണർ ആകാം, വേണ്ടെന്നുണ്ടെങ്കിൽ അവന് പാർട്ണർ ആവണ്ട. ഇഫ് ഹി ഇലക്ട്സ് ടു ബിക്കം എ പാർട്ണർ ആവാൻ അവന് താല്പര്യമുണ്ടെങ്കിൽ then he is entitled to the share which he was entitled as a minor. അവന് മൈനർ ആയിരിക്കുമ്പോൾ എന്ത് ഷെയർ ആണോ കിട്ടിയത് അതേ ഷെയർ തന്നെ അവന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. If he does not, then his share is not liable for any acts of the firm after the date of the public notice served to that effect. 6 മാസത്തിനുള്ളിൽ അവന് പാർട്ട്ണർ ആവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവൻ പബ്ലിക് നോട്ടീസ് കൊടുക്കുക, പോവുക. പിന്നീട് അവന് ഷെയറിനെ നമുക്ക് ലൈബിൾ ആക്കാൻ വേണ്ടി പറ്റൂ? ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? Okay. Auction sale. Next question. An auction sale of certain goods was held on 7th March 2024. Auction sale നടക്കുകയാണ് 7th March 2024 by the fall of hammer in the favor of highest bidder. ആർക്കാണോ ഫൈനൽ fall of hammer വീഴുന്നത് അയാൾക്കാണ് ആ ബിഡ് പോകാൻ വേണ്ടി പോകുന്നത്. The payment of auction was made on 8th March 2024 followed by the delivery of goods on 10th March 2024. So auction price fix ചെയ്തത് 8th മാർച്ചിലാണ്, ഡെലിവറി ഓഫ് ഗുഡ്സ് നടത്തുന്നത് 10th മാർച്ചിലാണ്. Based upon the provisions of Sale of Goods Act, decide whether the auction sale is complete. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റഡ് ആണോ? According to section 64 of the Sale of Goods Act, the sale is complete when the auctioneer announces its completion by the fall of hammer or in any other customary manner. Fall of hammer കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ഫൈനലി നമ്മൾ പറയത്തില്ലേ 1 തരം 2 തരം 3 തരം എന്ന് പറഞ്ഞാൽ fall of hammer വരും. ആ സമയത്തോടു കൂടി ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റഡ് ആയി. ഇൻ ദ ഗിവൻ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സെയിൽ ഇസ് കംപ്ലീറ്റഡ് ഓൺ 7th March 2024. കണ്ടോ? 7th March 2024 ഓപ്ഷൻ സെയിൽ മറ്റേ fall of hammer വരുന്നു. ഓപ്ഷൻ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് 8 മാർച്ചിനാണ്, ഡെലിവറി നടത്തുന്നത് 10th മാർച്ചിനാണ്. ഓപ്ഷൻ എപ്പോൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാം? fall of hammer എപ്പോഴാണോ വീണത് അപ്പോഴാണ് ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റഡ് ആയി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും സാധനം ക്ലിയർ അല്ലേ? Next, certain goods were sold by sample by J to K, who in turn sold the same goods by sample to. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണോ? ഇത് ആണ് നിങ്ങളുടെ വർക്ക് ബുക്ക് ആൻഡ് പ്രീവിയസ് ഇയർ ആൻഡ് ഈവൻ ടെക്സ്റ്റ് ബുക്ക് കിടക്കണം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. certain goods were sold by sample J Kക്ക് കൊടുക്കുന്നു. who in turn sold the same goods by sample to L. K ആർക്ക് കൊടുക്കുന്നു? Lന് കൊടുക്കുന്നു. and L by sample sold the same goods to M. സോ എൽ അത് ആർക്ക് കൊടുക്കുന്നു? എമ്മിന് കൊടുക്കുന്നു. ജെ കെക്ക് കൊടുക്കുന്നു, കെ എല്ലിന് കൊടുക്കുന്നു, എൽ എമ്മിന് കൊടുക്കുന്നു. എം ഫൗണ്ട് ദാറ്റ് ഗുഡ്സ് വെയർ നോട്ട് അക്കോർഡിംഗ് ടു ദ സാമ്പിൾ. എം ആണ് കണ്ടുപിടിക്കുന്നത് ഗുഡ്സ് വെയർ നോട്ട് അക്കോർഡിംഗ് ടു ദ സാമ്പിൾ ആൻഡ്
റിജക്റ്റഡ് ദ ഗുഡ്സ് ആൻഡ് ഗേവ് എ നോട്ടീസ് ടു എൽ. കാരണം എമ്മിന് ഇത് സപ്ലൈ ചെയ്യുന്ന ആരാണ്? എൽ ആണ്. അപ്പൊ നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞു, നീ തന്നേക്കുന്ന ഗുഡ്സ് എന്നെ കാണിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിലല്ലോ തന്നേക്കുന്നത്. എൽ ആരെ സ്യൂ ചെയ്യാണ്? കെനെ. എല്ലിന് ഗുഡ്സ് സപ്ലൈ ചെയ്ത കെ ഉണ്ട്, കെനെ സ്യൂ ചെയ്യുന്നു. ആൻഡ് കെ സ്യൂ ജെ, കാരണം കേക്ക് ഇത് സപ്ലൈ ചെയ്ത ആരാണ്? ജെ ആണ്. ക്യാൻ എം റിജക്ട് ദ ഗുഡ്സ് ഓൾസോ അഡ്വൈസ് കെ എൽ ആൻഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. കെക്കും എല്ലിനും എന്തൊക്കെയാണ് മറ്റേ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി പോകുന്നത്? ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 17 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇൻ എ കോൺട്രാക്ട് ബൈ സാമ്പിൾ there is an implied condition that the bulk shall correspond with the sample in quality. ബൾക്ക് നമുക്ക് കിട്ടുന്ന ബൾക്ക് നമ്മളെ കാണിച്ച സാമ്പിളുമായിട്ട് എന്തെങ്കിലും ഒരു കറസ്പോണ്ടൻസ് വരണം. The buyer shall have a reasonable opportunity of comparing the bulk with the sample. So ബൾക്കിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം, സാമ്പിളിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം. In the given case, M received the goods by sample from L, but since the goods were not according to the sample, M can reject the goods and sue L. എമ്മിന് ഈ പറയുന്ന ഗുഡ്സ് റിജക്ട് ചെയ്യാം. ജെക്ക് കെ കൊടുക്കുന്നു, കെക്ക് എല്ല് കൊടുക്കുന്നു, ജെ കെക്ക് കൊടുക്കുന്നു, കെ അത് എല്ലിന് കൊടുക്കുന്നു, എൽ അത് എമ്മിന് കൊടുക്കുന്നു. സോ എമ്മിന് ഒബ്വിയസ്ലി ആരെ ലൈബിൾ ആക്കാൻ വേണ്ടി പറ്റും? എല്ലിനെ ലൈബിൾ ആക്കാം. അയാളാണല്ലോ സപ്ലൈ ചെയ്യുന്നത്. വിത്ത് റിഗാർഡ് ടു കെ ആൻഡ് എൽ ക്യാൻ റിക്കവർ ദ ഡാമേജസ് ഫ്രം കെ ആൻഡ് കെ ക്യാൻ റിക്കവർ ദ ഡാമേജസ് ഫ്രം ജെ. അതായത് ഇത്ര വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ. എമ്മിന് എല്ലിനെ ലൈബിൾ ആക്കാൻ പറ്റും, എല്ലിന് കെനെ ലൈബിൾ ആക്കാൻ പറ്റും, കെക്ക് ജെനെ ലൈബിൾ ആക്കാൻ വേണ്ടി പറ്റും. പുറകോട്ട് ലൈബിൾ ആക്കാൻ പറ്റും. ഫോർ ബോത്ത് കെ ആൻഡ് എൽ ഇറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു സാമ്പിൾ ആസ് ദേ ഹാവ് അക്സെപ്റ്റഡ് ആൻഡ് സോൾഡ് ദ ഗുഡ്സ് അക്കോർഡിംഗ് ടു സെക്ഷൻ 13. അപ്പൊ ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ് അൺസാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അവർ തുടക്കത്തിൽ തന്നെ പറയുന്നു സാമ്പിൾ ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നില്ല, കറസ്പോണ്ട് ചെയ്യുന്നില്ല. സോ ഇവരത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു. സോ ഇംപ്ലൈഡ് കണ്ടീഷൻ ബ്രീച്ച് എന്നവർക്ക് പറയാൻ വേണ്ടി പറ്റോ? ഇല്ല. സോ ഇംപ്ലൈഡ് കണ്ടീഷൻ ഇത്രേ പറയുന്നുള്ളൂ, ബൾക്കായിട്ടും നമ്മളെ കാണിച്ച സാമ്പിളും തമ്മിൽ കറസ്പോണ്ട് ചെയ്യണം. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇംപ്ലൈഡ് കണ്ടീഷൻ ബ്രീച്ച് ആയി എന്നാണ് അർത്ഥം. ഇവരത് അക്സെപ്റ്റ് ചെയ്താണ് മുന്നോട്ട് ആൾക്കാർക്ക് മറ്റേ പാസ് ഓൺ ചെയ്ത് പോയത്. സോ അത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഇംപ്ലൈഡ് കണ്ടീഷൻ റീച്ച് ചെയ്തായിട്ട് കാണൂല. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ അവരെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ ഫയൽ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഈ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ദർ ഇസ് എൻ എക്സെപ്ഷൻ. റോഷൻ, ദർ ഇസ് എൻ എക്സെപ്ഷൻ. എന്തുകൊണ്ടാണ് കവേറ്റംചർ ഇവിടെ അക്സെപ്റ്റഡ് വരാത്തതിന്റെ റീസൺ എന്താ? സാമ്പിൾ കാണിക്കുന്ന സമയത്ത് ഇപ്പൊ എന്നെ സാമ്പിൾ കാണിച്ചിട്ടൊരു സാധനം നമുക്ക് തരികയാണ്. സാമ്പിൾ കാണിച്ചു തരാൻ നേരത്തെ എനിക്ക് തരുന്ന ബൾക്ക് മൊത്തം നമുക്ക് നോക്കാൻ പറ്റില്ല. സോ ആ സാമ്പിൾ ആയിട്ട് കറസ്പോണ്ട് ചെയ്യേണ്ടേ എനിക്ക് തരുന്ന ബൾക്ക്. അപ്പൊ അത് ഒരിക്കലും നമുക്ക് കവേറ്റംചർ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റില്ല. ലെറ്റ് ദ ബയർ ബിവെയർ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. ബ്രീച്ച് ഓഫ് ഇംപ്ലൈഡ് കണ്ടീഷൻ അവിടെ നടന്നിട്ടില്ല, കാരണം അവരത് അക്സെപ്റ്റ് ചെയ്തല്ലോ. ക്ലിയർ ആയോ റോഷൻ? മനസ്സിലായില്ല? റെഗുലേറ്ററി എപ്പോഴാണ് എടുക്കുക മീനിങ് മനസ്സിലായില്ലല്ലോ. ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് റെഗുലേറ്ററി. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ, അതൊന്ന് നോക്കിക്കോണം. പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് വാസ് ആസ്ക്ഡ് ബിഫോർ. എനിക്ക് ഈ MTP ആസച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം സോ മച്ച് questions they have compiled, so many questions they have compiled, which is actually nice. പണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അവർ കമ്പൈൽ ചെയ്തേക്കണം. ഓക്കെ, ഖദീജ ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ജസ്റ്റ് ചാറ്റിൽ എഴുതുവാണെങ്കിൽ അടുത്തത്. മിസ്റ്റർ രാജീവ് SSC was a wealthy man earning huge income by way of dividend and interest. ഇതൊരു നമ്മുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ചാപ്റ്റർ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അതായത് നമ്മുടെ ടൈറ്റൻസ് ബാച്ചിന് വേണ്ടി IRF എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ മൊത്തം എടുത്തിരുന്നതാണ്. അപ്പൊ യു ക്യാൻ വാച്ച് എ സെയിം വീഡിയോ. അതിനകത്ത് ഒരു അമെൻമെന്റ്സും വന്നിട്ടില്ല. ഇറ്റ് ഇസ് എ സെയിം വീഡിയോ. യു ക്യാൻ വാച്ച് ഇറ്റ്. ജസ്റ്റ് ഗോ ടു ദ ട്രിപ്പിളൈസ് ചാനൽ എന്നിട്ട് യു ക്യാൻ ജസ്റ്റ് ചെക്ക് IRF, ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് ടൈറ്റൻസ് ബാച്ച് എടുത്തത് ഞാൻ തന്നെയാണ്. സോ യു ക്യാൻ ആക്ച്വലി ചെക്ക്. ഏപ്രിലായിരുന്നു ക്ലാസ് എടുത്തത്. ഓക്കെ, ഇറ്റ്സ് എ സെയിം 1 hour, കഷ്ടി 1 hour 1.5 hours അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ പറയുന്ന ക്വസ്റ്റ്യനും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. നമ്മുടെ കമ്പനീസ് ആക്ടിന് ഒരു Q&A സെഷൻ പോലെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. കാരണം ഞാൻ മുന്നത്തെ തവണ അയാൾ ആക്ച്വലി ടേക്കൺ എ ഡീറ്റെയിൽ ക്ലാസ്. എന്നിട്ട് ഈ തവണ ഞാൻ Q&A പോലെ എടുത്ത സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കോർപ്പറേറ്റ് വീൽ തിയറിക്കകത്തും മറ്റേ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനിക്കകത്തും ഒക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് കേസ് ലോസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ലോ എടുത്തു പഠിക്കണം. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. ഞാൻ എടുത്ത Q&A സീരീസിനകത്ത് പറയുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ഇതേ ക്വസ്റ്റ്യൻ ബുക്കിലും കിടപ്പുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ ആ Q&Aയിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുമുണ്ട്.
Mr. Rajiv and SSC was a wealthy man earning huge income by way of dividend and interest. Mr. Rajivine കുറെ പൈസ കിട്ടുന്നത് ഡിവിഡൻ ആൻഡ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഡിവിഡൻ ആൻഡ് ഇൻട്രസ്റ്റ് ആയിട്ടാണ്. അയാൾ 3 പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എഗ്രീഡ് വിത്ത് ഈച്ച് ടു ഹോൾഡ് എ ബ്ലോക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആസ് എൻ ഏജന്റ് ഫോർ ദ ഫേം. സോ 3 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ദ ഡിവിഡൻ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻകം റിസീവ് ബൈ ദ കമ്പനീസ് വാസ് ഹാൻഡഡ് ബാക്ക് ടു മിസ്റ്റർ രാജീവ് ആസ് പ്രിറ്റൻഡഡ് ലോൺ. അപ്പോൾ അയാൾ 3 കമ്പനി തുടങ്ങിയതിന്റെ ഉദ്ദേശം തന്നെ ഡിവിഡൻഡും ഇൻട്രസ്റ്റ് ഇൻകം അയാൾക്ക് കിട്ടുന്നതിന് മുകളിൽ ടാക്സ് അടക്കണം. സോ അത് വെട്ടിക്കാൻ വേണ്ടി അയാൾ 3 കമ്പനിയിലൂടെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതേ കമ്പനി കുറച്ചുനാൾ കഴിയുമ്പോൾ ഇയാൾക്ക് ഇത് ലോൺ ആയിട്ട് തരുവാണ്. ലോണിന് നമ്മൾ ടാക്സ് അടക്കണ്ടല്ലോ. This way, Mr. Rajiv divided his income into 3 parts in a bid to reduce the tax liability. So, നമ്മുടെ ഇൻകത്തിന് മുകളിലാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടത്. ഡിവിഡൻഡും ഇൻട്രസ്റ്റും അയാൾക്ക് കിട്ടുന്നു. അതാണ് അയാളുടെ മെയിൻ സോഴ്സ്. അത് ടാക്സ് ലയബിലിറ്റി വെട്ടിക്കാൻ വേണ്ടി അയാൾ 3 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കമ്പനിയിൽ വേറെ ഒരു പരിപാടിയും നടക്കുന്നില്ല. ടാക്സ് വെട്ടിക്കാൻ വേണ്ടി കമ്പനിയിൽ അയാൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ലേറ്റർ ഓൺ ഈ കമ്പനി അയാൾ തന്നെ കൊടുത്ത ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ഇയാൾക്ക് ലോൺ ആയിട്ട് തിരിച്ചു കൊടുക്കുന്നു. Decide for what purpose the 3 companies were established, whether the legal personality of all 3 companies may be disregarded. ഈ കേസിൽ കോർപ്പറേറ്റ് വീൽ തിയറി ആപ്ലിക്കബിൾ ആകുമോ? ഷലോമോൻ വേഴ്സസ് ഷലോമോൻ അല്ലെങ്കിൽ നിങ്ങളുടെ സോളമൻ വേഴ്സസ് സോളമൻ. അതിനകത്ത് പറയുന്നത് കമ്പനി വേറെ മെമ്പർ വേറെ, ആ കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കോർട്ട് ചില കേസിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എടുക്കൂല. കമ്പനി വേറെ മെമ്പർ വേറെ എന്നൊരു കോൺസെപ്റ്റ് എടുക്കത്തില്ല. അത് ഏതൊക്കെ കേസസ് ആണ്? വേർ എ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് ഓർ ഫോംഡ് ബൈ സർട്ടൻ പേഴ്സൺ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഇവേഡിംഗ് ദ ടാക്സ്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കുക. ആൻഡ് ദ കോർട്ട്സ് ഹാവ് ഡിസ്ക്രിപ്ഷൻ ടു ഡിസ്റിഗാർഡ് ദ കോർപ്പറേറ്റ് എൻറ്റിറ്റി. ഡിസ്റിഗാർഡ് ദ കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ലിഫ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല എന്ന് കാണും. ആൻഡ് ടാക്സ് ദ ഇൻകം ഇൻ ദ ഹാൻഡ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് SSC. ശരിക്കും അത് ആരുടെ തലയിലാണോ വരേണ്ടത് അയാളുടെ തലയിലൂടെ തന്നെ കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ മിസ്റ്റർ രാജീവിന്റെ തലയിലാണ് ഇൻട്രസ്റ്റും ഡിവിഡൻഡ് ഇൻകവും വന്നത്. അത് രാജീവിന് ടാക്സ് അടയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 3 കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. സോ കമ്പനി വേറെ മെമ്പർ വേറെ എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് കമ്പനിയുടെ തലയിലേ ടാക്സ് ലയബിലിറ്റി വരുള്ളൂ. ഞാൻ കൊടുക്കണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അയാൾ ടാക്സ് ലയബിലിറ്റി അങ്ങോട്ട് ഡിവിഡൻഡും ഇൻട്രസ്റ്റ് ഇൻകവും അങ്ങോട്ട് അയാൾ മാറ്റിയത്. അപ്പൊ ഇവിടെ പറയുകയാണ് ഇത് പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ലേ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് കാണണ്ട. ശരിക്കും ഇത് ടാക്സ് അടക്കേണ്ടിയിരുന്നത് ആരായിരുന്നു? മിസ്റ്റർ രാജീവ് ആയിരുന്നു. പ്രോപ്പറായിട്ട് അത് പോവായിരുന്നു മിസ്റ്റർ രാജീവ് ആയിരുന്നു. സോ അത് ആര് തന്നെ അടച്ചാൽ മതി? മിസ്റ്റർ രാജീവ് തന്നെ അടച്ചാൽ മതി. The problem asked in this question is based upon the aforesaid facts. The 3 companies were formed purely as a means of avoiding the tax. Tax avoid ചെയ്യാൻ വേണ്ടി മാത്രമാണ്. Therefore, the whole idea of Mr. Rajiv was simply to split his income into the 3 parts with a view to evade the tax. No other business was done by the company. Tax avoid ചെയ്യാൻ വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്താണ്. മറ്റേ വേറെ ഒരു ബിസിനസ്സും ഈ പറയുന്ന കമ്പനി ചെയ്യുന്നുണ്ടായിരുന്നില്ല. Legal personality of the 3 private company may be disregarded because the companies were formed only to avoid the tax liability. Tax liability വെട്ടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. It does not carry any other business but was created simply as a legal entity to ostensibly receive the dividend interest and hand them over to the SSC as printed loans. ഈ പറയുന്ന കേസിലോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഓർത്തോണം. ഡെൻഷോ മെനക്ജി പെറ്ററ്റ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്. ഈ കേസിലോനെ ബേസ് ചെയ്ത് കുറേ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ സാധനവും നിങ്ങൾ പഠിക്കണം. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് ബില്ലിനകത്ത് ഒരെണ്ണം മാത്രമല്ല, there are many case laws which we have discussed in the Q&A session. മടിയാണെങ്കിൽ ആ സീരീസ് ഏലും എടുത്ത് നോക്കുക. ക്ലിയർ ആണോ ഈ പറയുന്ന ക്വസ്റ്റ്യൻ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത LLP is an alternate corporate business vehicle form that gives the benefits of limited liability of a company and flexibility of partnership. അതായത് LLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാർട്ട്ണർഷിപ്പിനെ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയും തരും, എന്നാൽ ലിമിറ്റഡ് ലൈബിലിറ്റി എന്നൊരു കോൺസെപ്റ്റും തരും. രണ്ടിന്റെയും കൂടെ ഹൈബ്രിഡ് ആണ്. അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. LLP ശരിയാണ്, ഒരു ഓൾട്ടർനേറ്റീവ് കോർപ്പറേറ്റ് ബിസിനസ് വെഹിക്കിൾ തന്നെയാണ്. അതായത് കമ്പനിക്ക് പകരം കമ്പനിയുടെ കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു കോൺസെപ്റ്റ് ആണ് LLP. സോ ഇറ്റ് ഗിവ്സ് ദ ബെനിഫിറ്റ്സ് ഓഫ് ലിമിറ്റഡ് ലൈബിലിറ്റി ഓഫ് എ കമ്പനി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് എ പാർട്ട്ണർഷിപ്പ്. ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എവറി പാർട്ട്ണർ ഓഫ് എ LLP ഇസ് ഫോർ ദ പർപ്പസ് ഓഫ് ദ LLP ഇസ് എ ഏജന്റ് ഓഫ് ദി LLP ആൻഡ് നോട്ട് ഓഫ് അതർ പാർട്ട്നേഴ്സ്. നിങ്ങൾ പാർട്ട്ണർഷിപ്പിനകത്ത് നമ്മൾ എങ്ങനെ പറയുന്നത്? ഒരു പാർട്ട്ണർ ഇസ് ഏജന്റ് ഓഫ് ദി അതർ പാർട്ട്ണർ. LLPക്ക് നമ്മൾ അങ്ങനെ പറയൂല. ഒരു പാർട്ട്ണർ ഇസ് നോട്ട് ദി ഏജന്റ് ഓഫ് ദി അതർ പാർട്ട്ണർ, പക്ഷേ പാർട്ട്ണർ ഇസ് എൻ ഏജന്റ് ഓഫ് ദി LLP.
The liability of the partners will be limited to their agreed contribution. എന്തുമാത്രം agreed contribution ഉണ്ടോ അത്ര മാത്രമേ അവരുടെ ലൈബിലിറ്റിയും വരുള്ളൂ. The LLP allows its members a flexibility of organizing the internal structure as a partnership based on a mutually arrived agreement. So partnership പോലെ നിങ്ങൾക്ക് flexible ആയിട്ട് നിങ്ങളുടെ capital structure ഫോം ചെയ്യണമെങ്കിൽ ഫോം ചെയ്യാം. The LLP enables entrepreneurs, professionals and enterprises provide servicing any kind engaged in scientific technical discipline to form commercial efficient vehicles suited to their requirement. Entrepreneurs ആയിക്കോട്ടെ, professionals ആയിക്കോട്ടെ, enterprise ആയിക്കോട്ടെ, എല്ലാവർക്കും LLP ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യലി കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടി എപ്പോഴും നല്ലത് LLP ആണ്. ഫ്ലെക്സിബിൾ ആണ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ. LLP ഒരു സ്യൂട്ടബിൾ വെഹിക്കിൾ ഫോർ യൂഷ്വലി സ്മോൾ എന്റർപ്രൈസസ് ആൻഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ് ബൈ വെഞ്ചർ ക്യാപിറ്റൽ ആൾക്കാർക്കോ സ്മോൾ എൻറ്റിറ്റീസോ ഒക്കെ ആയിട്ട് ഫോം ചെയ്ത് മുന്നോട്ട് പോകാനാണെങ്കിൽ LLP വുഡ് ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇത് കൂടാതെ യു ക്യാൻ ആക്ച്വലി എക്സ്പെക്ട് LLPന്ന് ബോഡി കോർപ്പറേറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട്. അത് ഈ MTPയിൽ കാണാത്തോടെ ഞാൻ പറയുന്നതാണ്. ഓൾസോ യു ക്യാൻ എക്സ്പെക്ട് നമ്മുടെ പാർട്ട്ണർ ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഇതിനെ ബേസ് ചെയ്യുന്ന ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ആണോ? Okay, next. State giving reasons whether the following are partnerships as per the provisions of Partnership Act. Very, very important. Again, നമ്മുടെ പാർട്ട്ണർഷിപ്പ് മാരത്തോൺ സീരീസിൽ ഞാൻ പറഞ്ഞായിരുന്നു, അവരെപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഒരു സീരീസ് ഓഫ് ക്വസ്റ്റൻസ് തന്നിട്ട് ചോദിക്കും ഇത് പാർട്ട്ണർഷിപ്പ് ആണോ അല്ലയോ. സോ ഇതിനകത്ത് ഒരെണ്ണേ അവർ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, കുറച്ച് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് XYZ agree to divide the profits equally but the loss if any is to be borne by X alone. Is it a case of partnership? XYZ മൂന്ന് പേരും പ്രോഫിറ്റ്സ് ഈക്വലി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ ലോസ് ഒരാൾ മാത്രമാണ് ബെയർ ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല. നമ്മൾ എലമെന്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിനകത്ത് പഠിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ഷെയറിംഗ് മാൻഡേറ്ററി ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ സംഭവമാണ്. ലോസ് വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് ബെയർ ചെയ്യാം, ഈക്വലി ബെയർ ചെയ്യണമെങ്കിൽ ബെയർ ചെയ്യാം, അല്ലെങ്കിൽ അവർ എങ്ങനെയാണോ എഗ്രി ചെയ്തേക്കുന്നത് അപ്രകാരം വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്ന സംഭവം ഈക്വലിയോ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ എങ്ങനെയാണോ അവർ എഗ്രി ചെയ്തേക്കുന്നത് അപ്രകാരം, അതല്ലാതെ ഒരാൾക്ക് മാത്രം എൻറ്റയർ പ്രോഫിറ്റ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ ഇല്ല. പക്ഷെ ലോസ് ഒരാൾക്ക് ബെയർ ചെയ്യണമെങ്കിൽ ബെയർ ചെയ്യാം. Valid partnership ആണ്. Yes, it is case of a partnership. The sharing of profit is an essential feature. There can be no partnership where only one of the partner is entitled to the whole of the profit. ഒരു പാർട്ണർ മാത്രം എല്ലാ പ്രോഫിറ്റും കൊണ്ടുവന്നു, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. പാർട്ട്നേഴ്സ് മസ്റ്റ് അഗ്രി ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഇൻ എനി മാനർ ദേ ചൂസ്. അവർക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അവരുടെ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാം. But an agreement to share the losses is not an essential requirement. So, loss sharing mandatory ആണോ അല്ല. It is open to one or more partners to agree to share all the losses. One or more partners തീരുമാനം എടുത്തിട്ട് അവർക്ക് മാത്രം ലോസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. പക്ഷെ പ്രോഫിറ്റ് ഷെയറിംഗ് മാൻഡേറ്ററി ആണ്. കുട്ടികൾ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കും. പ്രോഫിറ്റ് ഷെയറിംഗ് മാൻഡേറ്ററി അല്ല, പക്ഷെ ലോസ് ഷെയറിംഗ് മാൻഡേറ്ററി ആണ്. നോ, പ്രോഫിറ്റ് ഷെയറിംഗ് മാൻഡേറ്ററി ആണ്, ലോസ് ഷെയറിംഗ് ഓപ്ഷണൽ ആണ്. ഓക്കെ അല്ലേ? ഈ സെയിം ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. വർക്ക് ബുക്ക് വെരി ഇമ്പോർട്ടൻ്റ്. ഈ ഒരു പാർട്ട് 2 ദിസ് വൺ, ഇത് കുട്ടികളുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യിപ്പിച്ചപ്പോഴും തെറ്റിച്ചാണ്. മാർക്കറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ?
അടുത്തത് എക്സ് പബ്ലിഷർ എഗ്രീസ് ടു പബ്ലിഷ് എ ബുക്ക് അറ്റ് ഹിസ് ഓൺ എക്സ്പെൻസ് റിട്ടൺ ബൈ വൈ ആൻഡ് ടു പേ വൈ ഹാഫ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ്. ദിസ് ഇസ് ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ. അതായത് ഞാൻ ക്ലാസ് ചെയ്യിപ്പിച്ച ഒരു മിസ്റ്റേക്ക് പറയാം, കുട്ടികൾ ചെയ്തൊരു മിസ്റ്റേക്ക് പറയാം. എക്സ് എ പബ്ലിഷർ എഗ്രീസ് ടു പബ്ലിഷ് എ ബുക്ക് അറ്റ് ഹിസ് ഓൺ എക്സ്പെൻസ്. എക്സ് ആണെങ്കിൽ ഒരു പബ്ലിഷറാണ്, പുള്ളി പറഞ്ഞു ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാം എൻ്റെ സ്വന്തം എക്സ്പെൻസിൽ. വേറൊരാളാണ് അത് എഴുതുന്നത്. ആൻഡ് ടു പേ ബൈ ഹാഫ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ്. അതിന് പറയാൻ നിനക്ക് പ്രോഫിറ്റ് തരാം. കുട്ടികളെല്ലാം വിചാരിക്കുന്നത് എന്താണ്, ഇവിടെ ബിസിനസ് ഉണ്ട്, ഒരാൾ ബുക്ക് എഴുതുന്നു, മറ്റേ ആളത് വിൽക്കുന്നു, പ്രോഫിറ്റ് ഷെയർ ചെയ്യാവുന്ന എല്ലാം ഉണ്ടല്ലോ. ഇവിടെ ദർ ഇസ് സംതിങ് എൽസ് കോൾഡ് മ്യൂച്വൽ ഏജൻസി. നമ്മൾ ഫീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്തും ട്രൂ ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് പഠിപ്പിക്കുന്ന സമയത്തും സ്ഥിരമായിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. It is a cardinal principle of partnership. എന്ന് പറഞ്ഞാൽ the most important thing is one partner is the agent of the other partner. ഒരു പാർട്ണർ ഒരു കാര്യം ചെയ്താൽ മറ്റേ പാർട്ണർ ചെയ്തതിന് തുല്യമാണ്. ഇവിടെ മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞൊരു സംഭവമേ വന്നിട്ടില്ല. പിന്നെ how can you call it as a partnership? So that is a cardinal principle. Out of all those features, the most important feature is mutual agency. അത് പ്രസന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല, പാർട്ണർഷിപ്പ് അല്ല. This question is very important. ഞാൻ ക്ലാസ്സിൽ റെഗുലർ സ്റ്റുഡൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ധരിക്കുന്ന ഒരു സംഭവമാണ് this one. So market is very 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 important. No, it is not a case of partnership. Sharing of profit, which is prima facie evidence exists, but mutual agency among X and Y, which is an essential element. നിങ്ങൾക്ക് essential element ഒക്കെ പറയും നിങ്ങൾക്ക് എഴുതാം. It is a cardinal principle of partnership. Does not exist here since there is no partnership. That is the third party. മറ്റേ ഒരു മ്യൂച്വൽ ഏജൻസി അവിടെ ഇല്ല. That is a paper dealer cannot make Y liable for the paper supplied by him to X. Clear ആണോ? ഓക്കെ ആണോ? ഇത് സ്ഥിരം നമ്മൾ ക്ലാസ്സിൽ സ്ഥിരം ജയിക്കുമ്പോൾ ദേ മേക്ക് എ മിസ്റ്റേക്ക്. എവ്രി സ്റ്റുഡൻറ് തിങ്സ് ഒരാൾ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു, മറ്റയാൾ അത് സെല് ചെയ്യുന്നു, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു, എല്ലാം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ മ്യൂച്വൽ ഏജൻസി ഇല്ല. അയാൾ ചെയ്യുമ്പോൾ മറ്റയാൾ ചെയ്യുന്നതിന് തുല്യമായിട്ട് കാണുന്നല്ലോ. വേറൊരാൾ ചെയ്തൊരു വർക്ക് അല്ലേ അവിടെ. അത് ചെയ്തോണം. ഈ ക്വസ്റ്റൻ ഒന്നുകൂടെ നോക്കിക്കോണം. പിന്നെ തേർഡ് പാർട്ട് കൊണ്ട് എ ആൻഡ് ബി പർച്ചേസ് എ ടീ ഷോപ്പ്. രണ്ടുപേരും കൊണ്ട് ഒരു ടീ ഷോപ്പ് പർച്ചേസ് ചെയ്യുന്നു. അഡീഷണൽ എക്സ്പെൻസസ് കുറച്ച് വരുന്നു, മറ്റേ പാത്രങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി. ഈച്ച് കോൺട്രിബ്യൂട്ടിംഗ് ഹാഫ് ഓഫ് ദ ടോട്ടൽ എക്സ്പെൻസ്. രണ്ടുപേരും ടോട്ടൽ എക്സ്പെൻസ് ഷെയർ ചെയ്യുവാണ്. ദ ഷോപ്പ് ഇസ് ലീസ്ഡ് ഔട്ട് ഓൺ എ ഡെയിലി റെന്റ് വിച്ച് ഇസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ ബോത്ത്. അപ്പോൾ അത് പറയുന്ന ഷോപ്പ് അവർ മേടിച്ച ഷോപ്പ് അവർ ലീസ് ഔട്ട് ചെയ്യുന്നു, എന്നിട്ട് ഡെയിലി റെന്റ് അവർ തമ്മിൽ വീതിച്ചെടുക്കുന്നു. ഡസ് ദിസ് അറേഞ്ച്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി? നോ. കാരണം persons who share among themselves the rent derived from a piece of land are not partners, but they are co-owners, because neither there is existence of business nor mutual agency is there. രണ്ടുപേരും ഒരു ടീ ഷോപ്പ് മേടിക്കുന്നു, കുറെ പാത്രങ്ങളൊക്കെ മേടിക്കുന്നു, അതിനുള്ള എക്സ്പെൻസ് അവർ ഷെയർ ചെയ്യുന്നു. ലേറ്റർ ഓൺ ഈ ടീ ഷോപ്പ് അവർ എന്ത് ചെയ്യുന്നു, ലീസ് ഔട്ട് ചെയ്തിട്ട് റെന്റ് കിട്ടുന്നു, അത് തമ്മിൽ വീതിച്ചെടുക്കുന്നു. നോ ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടോ, ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ മ്യൂച്വൽ ഏജൻസി ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം മേടിച്ചിട്ട് പിന്നെ അത് ലീസ് ഔട്ട് ചെയ്ത് റെന്റ് ഷെയർ ചെയ്യുന്നതിനൊക്കെ നമ്മൾ പറയുന്നത് പാർട്ട്ണർഷിപ്പ് എന്നല്ല, കോ ഓണർഷിപ്പ് എന്നാണ്. ഇത് മൂന്നൊരു ബഞ്ചാണ്. ദേ വാസ് ഇറ്റ് മെനി ടൈംസ്. സോ എങ്ങാനും നിങ്ങൾക്കറിയാം കോ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് കൂടാതെ ഞാൻ കഴിഞ്ഞ MTP സീരീസിൽ പറഞ്ഞത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് കോ ഓണർഷിപ്പ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് കോ ഓണർഷിപ്പ്. ഇത് കോ ഓണർഷിപ്പ് ആണ്, പാർട്ട്ണർഷിപ്പ് അല്ല. ഇതേ ക്വസ്റ്റ്യൻ, എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ കമ്പനിയിലൂടെ മാരത്തോൺ സീരീസിനകത്ത് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. സെയിം ക്വസ്റ്റ്യൻ, വർക്ക് ബുക്ക് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇതേ ക്വസ്റ്റൻ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് എക്സ്, സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ഈസ് ഹോൾഡിംഗ് 48 lakh ഷെയർസ് ഓഫ് I Limited. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു കുട്ടികൾ തെറ്റിക്കരുത്, നിങ്ങൾ ഇങ്ങനെ തന്നെ എക്സാമിന് പോയി ചെയ്യുമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് എക്സ്, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ആണ്. 48 lakh ഷെയർസ് ആണ് Y Limitedൽ ഹോൾഡ് ചെയ്യുന്നത്. ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് I Limited is 9.5 CR, അത് 95 lakh ഓർത്താ പോരെ. സോ സ്റ്റേറ്റ് ഗവൺമെന്റ് CSG ഹോൾഡ് ചെയ്യുന്നത് 48 lakhs ആണ്. എവിടെ? Y Limitedൽ. കുട്ടികൾ അവിടെ എന്താ തെറ്റിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് Y Limited, ഈ Y Limited പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയോ? 95 lakhs ആണ്. 95 lakhs. Y Limited ഡയറക്ട്ലി ഹോൾഡ്സ്. Y Limited ഹോൾഡ് ചെയ്യുന്നുണ്ട്. എവിടെ ഹോൾഡ് ചെയ്യുന്നത്? 2,50,600 shares ഓഫ് ഇസഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇസഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഷെയർസ് ആണ് Y Limited ഹോൾഡ് ചെയ്യുന്നത് കേട്ടോ, ഇസഡ് ലിമിറ്റഡിന്റെ. വിച്ച് ഇസ് ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് 5 crore. സോ ഇസഡ് ലിമിറ്റഡിന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 crore എന്ന് പറയുമ്പോൾ 5 lakh shares. ഓക്കെ.
Is it private limited claim the status of a subsidiary company? So is it private limited പറയുന്നത് ഞങ്ങൾ സബ്സിഡിയറി കമ്പനിയാണ് ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിന്റെ സബ്സിഡിയറി ആണെന്നാണ് പറയുന്നത്. ആസ് വെൽ ആസ് ഗവൺമെന്റ് കമ്പനി. ഗവൺമെന്റ് കമ്പനിയാണെന്ന് പറയുന്നത്. കാരണം സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ 48 lakh വൈ ലിമിറ്റഡ്. സോ ഷാൽ ബി ഡീം ടു ബി ബന്ധം വരും. അപ്പൊ ഞങ്ങൾ സബ്സിഡിയറി ആണ്, ഞങ്ങൾ ഗവൺമെന്റ് കമ്പനിയാണ്, അങ്ങനെയാണ് പറയുന്നത്. സോ ഇവിടെ രണ്ട് ക്വസ്റ്റൻ ഒരു കോമ്പിനേഷനാണ്. ഐ സെഡ് ദിസ് ക്വസ്റ്റൻസ് വെരി 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 ഇമ്പോർട്ടന്റ്. കാരണം ഇത് 2 പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് അവിടെ പോയി കിട്ടും. രണ്ടും 2 പ്രൊവിഷനുമാണ്. ഇവിടെ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ 51% നോക്കിക്കോണം. സബ്സിഡിയറി കമ്പനി എന്ന് പറയുമ്പോൾ മോർ ദൻ 50%. മോർ ദൻ 50 എന്ന് പറയുമ്പോൾ 50.1, 50.2, 50.3, 50.4, 50.5 അത് എന്ത് വേണേലും ആകാം. മോർ ദൻ 50% വന്നാൽ ദാറ്റ് ഇസ് എ സബ്സിഡിയറി കമ്പനി. നൗ 51% ആൻഡ് എബവ് വരണം ഗവൺമെന്റ് കമ്പനി ആവാൻ. ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. ഞാൻ വീണ്ടും പറയാം, എക്സാമിന് തെറ്റിക്കരുത്. ഗവൺമെന്റ് കമ്പനി ബന്ധം പറഞ്ഞെങ്കിൽ 51% ആൻഡ് എബവ് വേണം. സബ്സിഡി കമ്പനി ബന്ധം പറഞ്ഞെങ്കിൽ മോർ ദൻ 50% വന്നാൽ മതി. 50.5 ആണെങ്കിലും 50.6 ആണെങ്കിലും ഇറ്റ് ബി കൺസിഡർഡ് എ സബ്സിഡിയറി കമ്പനി. കുട്ടികൾ മോർ ദൻ 50 എന്ന് പറയുമ്പോൾ തന്നെ പിള്ളേർ വിചാരിക്കും 51 വരണം. നോ. സോ ആ സാധനം ഓർക്കുക. സോ ഇങ്ങനെ ഒരു സാധനം എപ്പോഴും സൈഡിൽ ഒന്ന് എഴുതിയിട്ടേക്കണം, സോ ദാറ്റ് യു ഡോണ്ട് മേക്ക് എ മിസ്റ്റേക്ക്. നോ സി സെയിം ക്വസ്റ്റ്യൻ ചെയ്താണ്. 2 clause 45 പ്രകാരം ഗവൺമെന്റ് കമ്പനിയുടെ ഡെഫിനിഷൻ എഴുതുക. ഗവൺമെന്റ് കമ്പനി മീൻസ് എ കമ്പനി ഇൻ വിച്ച് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പാർഷ്യലിയോ ഹോളിയോ, അതായത് മോർ ദൻ 51% എങ്കിലും അറ്റ്ലീസ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കും. ഗവൺമെന്റ് കമ്പനി മീൻസ് എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദൻ 51%, മിനിമം 51% പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇസ് ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് മൊത്തമായിട്ട്, അല്ലെങ്കിൽ പാർട്ട്ലി ബൈ സെൻട്രൽ, പാർട്ട്ലി ബൈ സ്റ്റേറ്റ്. 2 clause 87 പ്രകാരം ഹോൾഡിംഗ് സബ്സിഡി ബന്ധം എന്താണെന്ന് എഴുതുക. സബ്സിഡി കമ്പനി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിയുടെ ഒരു ഡയറക്ടർ ബോർഡിൽ എങ്ങനെ ആൾക്കാർ ഉണ്ടായിരിക്കണം, അതിന്റെ കോമ്പോസിഷൻ തീരുമാനിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ തീരുമാനം എടുക്കുന്ന കമ്പനിയെ വിളിക്കുന്ന പേര് ഹോൾഡിംഗ് കമ്പനി എന്നും, ആർക്ക് എഗൻസ്റ്റ് ആയിട്ടാണോ തീരുമാനം എടുത്തത് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി ഈസ് കോൾഡ് ദ സബ്സിഡിയറി കമ്പനി. അല്ല ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡി കമ്പനിന്റെ മുകളിൽ മോർ ദൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ എന്ന് പറഞ്ഞാൽ മോർ ദൻ 50% വോട്ടിംഗ് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ടുഗദർ വിത്ത് 1 or more സബ്സിഡിയറി ഉണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡി എന്നും പറയും. ഈ ക്വസ്റ്റ്യൻ ചെയ്യിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അവർ എഴുതിയിട്ടില്ല, പക്ഷേ യു ക്യാൻ ഓൾസോ റൈറ്റ് സെക്ഷൻ 2 clause 46. ഹോൾഡിംഗ് കമ്പനി എന്താണെന്നും കൂടെ നിങ്ങൾക്ക് എഴുതാം. സോ ഇവിടെ 3 സെക്ഷൻസ് ആപ്ലിക്കബിൾ ആണ്. ഗവൺമെന്റ് കമ്പനി എന്താണെന്ന് എഴുതുക, ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന് എഴുതുക, സബ്സിഡി കമ്പനി എന്താണെന്ന് എഴുതുക. 51 ഗവൺമെന്റ് കമ്പനി ഈസ് ദ ചെക്ക് ദിസ് പ്രോപ്പർലി. സെന്റൻസ് തന്നെ വായിച്ചാൽ കിട്ടും. ആ ഒരു സൈലേഷ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മെജോറിറ്റി സ്റ്റുഡൻസ് ചോദിക്കുന്ന ദ ഇൻ വിച്ച് നോട്ട് ലെസ് ദൻ 51% എന്ന് എന്താ, മിനിമം 51%. 51 നോട്ട് ലെസ് ദൻ 51 എന്ന് പറഞ്ഞാൽ 51 നോട്ട് ലെസ് ദൻ 51 അതിനകത്ത് വന്നു. ഇവിടെ എന്താ പറയുന്നത്, മോർ ദൻ 1/2. അപ്പൊ 50 എവിടെ വരുന്നുണ്ടോ, മോർ ദൻ 50% വരണം. 50 ആൻഡ് അബോവ് എന്ന് പറയുന്നില്ലല്ലോ, മോർ ദൻ 1/2 എന്നല്ലേ പറയുന്നുള്ളൂ. സോ 50% അബോവ് അല്ലേ വരുന്നുള്ളൂ. ക്ലാരിറ്റി കിട്ടിയോ അതിനകത്ത്? ഐ ഡോണ്ട് വോണ്ട് യു ടു മേക്ക് എ മിസ്റ്റേക്ക്. കാരണം ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ചപ്പോൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്യണത്. എല്ലാവർക്കും ക്ലിയർ ആയോ? എപ്പോഴും ക്ലാസ്സിൽ അത് ഓർത്തോണേ, എല്ലാവരും ഓർത്തോണം. ഗവൺമെന്റ് എക്സാമിന് വരുമ്പോഴേ ആ മാരത്തോൺ കേട്ട ഓർമ്മയിലും പറഞ്ഞോണം, തെറ്റിക്കരുത്. ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ 51% ഓർ മോർ. 50% മോളി വന്നാൽ ദാറ്റ് ഇസ് സബ്സിഡിയറി കമ്പനി. ഓക്കെ. പിന്നെ ഗിവൺ കേസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ ദ ഗിവൺ കേസ് സ്റ്റേറ്റ് ഗവൺമെന്റ് വൈ ലിമിറ്റഡിൽ ഹോൾഡ് ചെയ്യുന്ന 48, നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം എഴുതി വെച്ചാൽ നമുക്കാണെങ്കിലും തെറ്റത്തില്ല, ചെറുതായിട്ടൊരു വർക്കിംഗ് നോട്ട് പോലെ കാണിച്ചാൽ മതി. 48 lakhs ആണ് വൈ ലിമിറ്റഡിൽ. സോ മോർ ദൻ മറ്റേ 51% ഓർ മോർ വരണം എന്നുണ്ടല്ലോ, വിച്ച് ഇസ് ബിലോ 51% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. വൈ ലിമിറ്റഡ് ദാറ്റ് ഇസ് 48.5 lakh, 51% ഓഫ് 95 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ലിമിറ്റഡിനകത്ത് ഷെയർ എത്രയാണ്, 95 lakhs ആണ്. 95 lakhsന്റെ 51% എടുത്തു നോക്കാം. മിനിമം അത്ര ശതമാനമെങ്കിലും ഹോൾഡിംഗ് വരണമായിരുന്നു. 95 lakhന്റെ 51% എടുത്തു നോക്കുക. സോ ദാറ്റ് ഇസ് 48.45 lakhs. അത്രയും വരുന്നില്ലല്ലോ, 48 lakhs അല്ലേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഉണ്ടോ, 48.45 lakhs ആണ് പറയേണ്ടത്. 48 lakhs അല്ലേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ ഗവൺമെന്റ് കമ്പനി എന്ന് വിളിക്കാൻ പറ്റൂല. ഇതേ സ്റ്റുഡന്റ് ഇഫ് ദേ ടേക്ക് ഇറ്റ് ആസ് 50 മോർ ദൻ 50% ഗവൺമെന്റ് കമ്പനിക്ക് എടുത്ത തെറ്റി, ആൻസർ വെന്റ് റോങ്. ഇത് ട്രിക്കി ക്വസ്റ്റൻ ആണ്. അപ്പൊ അത് 50, ഇപ്പം ആലോചിക്കുക, ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. വൈ ലിമിറ്റഡിന്റെ ഷെയർ എന്ന് പറയുന്നത് 95 lakh. സോ 95 lakh ആണ് ടോട്ടൽ ഷെയർസ്. സോ 95 lakhന്റെ 51% എങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിൽ വരണ്ടേ. സോ 95 lakhന്റെ 51% 48.45. ഗവൺമെന്റിൽ എത്ര ഉള്ളൂ, 48 ഉള്ളൂ. സോ അതൊരു ഗവൺമെന്റ് കമ്പനിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ, ഇല്ല. ഇത്രയും സാധനം ക്ലിയർ ആയോ? ഇപ്പൊ ഈ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് ഇസ് ക്ലിയർ?
ഓക്കെ, നൗ ഇസഡ് ലിമിറ്റഡിന്റെ കേസ് നോക്കുക. ഇസഡ് ലിമിറ്റഡ് സബ്സിഡിയറി കമ്പനി ആണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്യുവാണ്. ഇസഡ് ലിമിറ്റഡിന്റെ ഷെയർ എത്രയാണ്? 5 lakh. അതിന് മോർ ദൻ 50% വരണം എന്ന് പറയുമ്പോൾ എത്രയാണ്? 2,50,000 ആണ് 50% എന്ന് പറയുന്നത്. സോ 2,50,000 മുകളിലോട്ട് കയറണം. വരുന്നില്ലേ? വൈ ലിമിറ്റഡ് ഡയറക്ട്ലി ഹോൾഡ്സ് 2,50,600 ഷെയർസ് ഇൻ ഇസഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. 5,50,000 എന്ന് പറയുമ്പോൾ 2,50,000 എബവ് വരണം. മോർ ദൻ 2,50,000 വരണം. വന്നിട്ടില്ലേ? 2,50,600 ഹോൾഡ് ചെയ്യുന്നില്ലേ? ദേ ഇസഡ് ലിമിറ്റഡിന്റെ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 5 lakh. നേർ പകുതി എന്ന് പറയുമ്പോൾ 2,50,000 എബവ്. 2,50,600 അല്ലേ ഹോൾഡ് ചെയ്യുന്നത്. സോ എന്തായാലും സബ്സിഡി ബന്ധം വന്നല്ലോ, കണ്ടോ? Hence, it is a subsidiary of Y Limited. Therefore, we can conclude that Izzat Private Limited is a subsidiary of Y Limited, but not a government company. Government company അല്ല, പക്ഷെ അതൊരു subsidiary കമ്പനിയാണ്. ക്ലിയർ അല്ലേ? ഇത് ചെയ്തിട്ടേ പോകാവുള്ളൂ ഈ ക്വസ്റ്റിന്. ഓക്കെ ആണോ? ഇത് ദിസ് ഇസ് സംതിങ് ഐ ഫീൽ, ഈ ഒരു ഐ എം നോട്ട് ടെല്ലിങ് ഇത് വരത്തില്ല അങ്ങനെയൊന്നുമല്ല. ദിസ് ഐ ഫീൽ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഇത് ഞാൻ അഗൈൻ മറ്റേ ഒരു MTP സീരീസ് 1 ഓർ RTPക്കകത്തോ ഞാൻ പറഞ്ഞായിരുന്നു, ഇതേ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റൻ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ICAയുടെ വർക്ക് ബുക്കിലും കിടപ്പുണ്ട്. ICAയുടെ സ്റ്റഡി മെറ്റീരിയൽ, ഐ തിങ്ക് ഇറ്റ്സ് ക്വസ്റ്റൻ നമ്പർ 1 or 2, നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടത്തുന്ന സമയത്ത് അവരെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഒരാൾക്ക് മറ്റേ നമ്മുടെ ഒരാൾക്ക് ഈ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിനെ പറ്റി അറിയാമായിരുന്നു, ഒരാൾക്ക് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിനെ പറ്റി അറിയൂല. അപ്പം അതിന്റെ മറ്റേ ഡാമേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റൻ കിടപ്പുണ്ട് ബ്രീച്ച് വരാൻ നേരത്ത്. ആ ക്വസ്റ്റൻ ഒന്ന് ചെയ്തിട്ടേ പോകും. ദാറ്റ്സ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റൻ. പണ്ട് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ അവർ തിയറിയാണ് ഇട്ടേക്കുന്നത്. സോ ലെറ്റ് us discuss the theory. An anticipatory breach of contract is a breach of contract occurring before the time fixed for the performance has arrived. അതായത് പെർഫോമൻസ് നടക്കുന്നതിന് മുന്നേ തന്നെ ബ്രീച്ച് നടക്കുമ്പോൾ ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ആന്റിസിപ്പേറ്ററി ബ്രീച്ച്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുന്നു 5th September ഞാനൊരു 10 tons of ഓയിൽ കൊണ്ടൊന്ന് ഞാൻ സപ്ലൈ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ ആ ഒരു 5th September മുന്നേ തന്നെ, മേ ബി ഓൺ 3rd September ഞാൻ ഇൻഫോം ചെയ്യണം, ഐ കനോട്ട് സപ്ലൈ ഇറ്റ് എന്ന് പറയാണ്. സോ ആ പെർഫോമൻസിന് മുന്നേ തന്നെ ഞാൻ പറയുമ്പോൾ ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ആ ടൈം ഓഫ് പെർഫോമൻസിന് വരെ വെയിറ്റ് ചെയ്യൂല, അതിന് മുന്നേ തന്നെ പറയാണ് ഐ കനോട്ട് ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് യു കോൾ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഓക്കെ, ഓൾസോ ഡിസ്കസ് ദി ഇഫക്റ്റ് ഓഫ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച്. ആന്റിസിപ്പേറ്ററി ബ്രീച്ച് നടക്കുമ്പോൾ എന്തൊക്കെ ഇഫക്റ്റുകളാണ് വരാൻ ചാൻസ്? ഇത് ഡയറക്റ്റ് ചോദിച്ചാൽ ഭയങ്കര അടിപൊളിയാണ്. An anticipatory breach of contract is a breach of contract occurring before the time fixed for the performance. ആ പറഞ്ഞ ടൈമിന് മുന്നേ തന്നെ ബ്രീച്ച് നടത്തുമ്പോൾ when the promisor refuses altogether to perform his promise. Altogether പറയുവാണ് എനിക്ക് കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റൂല. Signifies his unwillingness even before the time for the performance has arrived. It is called anticipatory breach of contract. Promisor ആ ടൈം ഫിക്സഡ് ഫോർ പെർഫോമൻസിന് മുന്നേ തന്നെ പറയാണ് I cannot perform this particular contract. That is what you call anticipatory breach of contract. ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഇതാണ് ഞാൻ പറഞ്ഞ കേസ് ബേസ്ഡ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഇതേ സാധനം തന്നെ കേസ് ബേസ്ഡ് ആയിട്ട് ചോദിക്കും. ടു ഐദർ ട്രീറ്റ് ദ കോൺട്രാക്ട്, അതായത് നഷ്ടം സംഭവിച്ച ആളില്ലേ, അഗ്രീവ്ഡ് പാർട്ടി, ഐദർ ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റിസൈൻഡ്, ആ കോൺട്രാക്ടിനെ ക്യാൻസൽ ചെയ്യാം, ആൻഡ് സ്യൂ ദ അതർ പാർട്ടി ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് വെയിറ്റിംഗ് അണ്ടിൽ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ്. ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് ആയിട്ടുള്ള 5th September വരെ വെയിറ്റ് ചെയ്യാതെ എന്നാണോ ബ്രീച്ച് നടത്തിയത് അന്ന് തന്നെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് ഡാമേജസ് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ he may elect not to resign, cancel ചെയ്യുന്നില്ല, but to treat the contract as still operative ആയിട്ട് കാണുക, and wait for the time of the performance and then hold the other party responsible for the consequences of non-performance. So ആദ്യത്തെ കേസ് ഇമ്മീഡിയറ്റ്ലി തന്നെ റിസൈൻ ചെയ്യുന്നു, എന്നിട്ട് ഡാമേജസ് ക്ലെയിം ചെയ്തെടുക്കുന്നു. മറ്റേത് ഇമ്മീഡിയറ്റ്ലി റിസൈൻ ചെയ്യുന്നില്ല, ഡ്യൂ ഡേറ്റ് വരെ പെർഫോം ചെയ്യുന്നു, ഡ്യൂ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നു, അതുവരെ കോൺട്രാക്ടിനെ ഓപ്പറേറ്റീവ് ആയിട്ട് കാണുന്നു, എന്നിട്ട് കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ചാൽ ക്ലെയിം ചെയ്തെടുക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി
Case based question. Pandu ചോദിച്ചുകൊണ്ടിരുന്നതാണ് supervening impossibility. Then class la പഠിപ്പിക്കാൻ to be say it's very important. Mr. Gaurav and Mr. Vikas entered into a contract on 1st July 2024, according to which Mr. Gaurav had to supply 100 tons of sugar to Mr. Vikas at a certain price strictly within a period of 10 days of contract. So Mr. Gaurav, Mr. Vikasum contract ഏർപ്പെടുന്നു 1st July. എന്നിട്ട് ഗൗരവ് പറയുന്നു 100 tons of sugar ഞാൻ വികാസിന് തരാം, ഒരു പ്രൈസിനാണ് തരുന്നത്, ഈ പറയുന്ന 10 കോൺട്രാക്റ്റിൽ എന്ന് ഏർപ്പെടുന്നു 10 ദിവസത്തിനുള്ളിൽ ഞാൻ സപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ജസ്റ്റ് വെയിറ്റ്, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. Mr. Vikas also paid an amount of 70,000 towards advance as per the terms of the above contract. So advance money ആയിട്ട് 70,000 rupees കൂടെ കൊടുക്കുന്നു. The mode of transportation available between their places is roadway only. അവർക്ക് ഈ സാധനം സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് റോഡ് വഴി മാത്രമേ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. Severe flood came on 2nd July 2024 and the only road connecting their places was damaged and could not be repaired within 15 days. So അവർക്കുള്ള അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ റോഡ് തന്നെ അവർ ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ട് അവർക്ക് ഒരു രീതിയിൽ പറയുന്ന സംഭവം 15 ദിവസത്തിൽ റോഡ് ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ പറ്റൂല, അവർക്ക് ഈ പറയുന്ന കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. മിസ്റ്റർ ഗൗരവ് ഓഫർ ടു സപ്ലൈ ഷുഗർ ഓൺ 20th July ഫോർ വിച്ച് വികാസ് ഡിഡ് നോട്ട് എഗ്രി. ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ സപ്ലൈ ചെയ്യാമെന്ന് പറയുന്നു, അത് വികാസ് എഗ്രി ചെയ്യുന്നില്ല. 1st August 2024 മിസ്റ്റർ ഗൗരവ് ക്ലെയിം കോമ്പൻസേഷൻ ഓഫ് 20,000 എനിക്ക് കോമ്പൻസേഷൻ തരണം എന്ന് പറയുന്നു. വികാസ് റിഫ്യൂസിംഗ് ടു ആക്സെപ്റ്റ് ദ സപ്ലൈ ഓഫ് ഷുഗർ വിച്ച് വാസ് നോട്ട് വിതിൻ ദ പെർവ്യൂ ഓഫ് ദ കോൺട്രാക്ട്. ഓൺ ദ അതർ ഹാൻഡ് മിസ്റ്റർ വികാസ് ക്ലെയിം ഫോർ റീഫണ്ട് ഓഫ് 70,000 rupees വിച്ച് ഹി ഹാഡ് പെയ്ഡ് ആസ് എൻ അഡ്വാൻസ്. എനിക്ക് അതിന്റെ റീഫണ്ട് തരാനും കൂടെ വേണ്ടി പറയുന്നു. Analyze the above situation in the terms of provisions of Indian Contract Act and decide on whether Mr. Vikas contention. അപ്പോൾ അയാൾ പറയുന്നു, ഇല്ല ഞാൻ അത്രയും നാളും വെയിറ്റ് ചെയ്യൂല, എനിക്ക് പറ്റൂല, ഞാൻ നിനക്ക് തന്ന അഡ്വാൻസ് നീ എന്ത് ചെയ്യുക, റീഫണ്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. Now how will you justify this particular situation? This is what you call subsequent or supervening impossibility. കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല. റോഡ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നീടാണ് മഴ വരുന്നു, റോഡ് ഡാമേജ്ഡ് ആകുന്നു, റോഡ് നന്നാക്കാൻ പറ്റാതെ വരുന്നു, അവർക്ക് ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി. അതായത് കോൺട്രാക്ട് ഏർപ്പെടുമ്പോൾ പ്രശ്നമില്ല, അതിനുശേഷം വന്നൊരു ഇമ്പോസിബിലിറ്റിയാണ്. When performance of a promise becomes impossible or illegal by occurrence of an unexpected event, പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുമ്പോൾ അവിടെ മറ്റേ ആക്ട് ഇമ്പോസിബിൾ ആയി പോവുകയാണ്. or a change of circumstances beyond the contemplation of പാർട്ടീസ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു കാര്യം സംഭവിക്കുന്നു, the contract becomes void. അവിടെ മറ്റേ റോഡ് ഡാമേജ് ആവുമ്പോൾ അത് രണ്ട് പാർട്ടീസിന് പ്രശ്നം കൊണ്ട് സംഭവിച്ചതല്ല, അപ്പൊ ആ കോൺട്രാക്ട് എന്തായി മാറി? void ആയി മാറി. According to section 65 of the Indian Contract Act, where an agreement is discovered to be void or when a contract becomes void, any person who has received any advantage under such an agreement or contract is bound to restore it. ആരാണോ അത് കാരണം എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യുക, or to make compensation for it to the person from whom he has received it. ഒന്നെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. നമ്മുടെ കേസിൽ അഡ്വാൻസ് കിട്ടിയിട്ടില്ലേ? In the given situation, Mr. Gaurav, Mr. Vikas have entered into the contract to supply 100 tons of sugar. The event of flood occurred when it made impossible to deliver this sugar within stipulated time. പ്രതീക്ഷിക്കാതെ അവിടെ ഒരു ഫ്ലഡ് സംഭവിക്കുമ്പോൾ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നു. ആ കേസിൽ the promise in this question became void. ആ ഷുഗർ തരാം എന്ന് പറഞ്ഞ പ്രോമിസ് void ആയി മാറുന്നു. Gaurav has to pay back the amount of 70,000 that he received from Mr. Vikas and advance for the supply of sugar. Hence contention of Mr. Vikas is correct. അതുകൊണ്ട് കിട്ടിയ അഡ്വാൻറ്റേജ് കൊടുക്കുക അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുക. പിന്നീട് പെർഫോം ചെയ്യാൻ പറ്റൂല, കാരണം കോൺട്രാക്ട് അപ്പൊ തന്നെ എന്തായി മാറി? സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി കാരണം void ആയി മാറി. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ മറ്റേ ഒരാളോട് ഒരാൾ ചോദിച്ചായിരുന്നു, രണ്ട് സിറ്റുവേഷനും നമുക്ക് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുക, ഡാമേജസ് ചോദിക്കുക. ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യേണ്ട, ഡ്യൂ ഡേറ്റ് എന്നാണോ അതുവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഡാമേജസ് ക്ലെയിം ചെയ്തെടുക്കുക. രണ്ട് ഓപ്ഷൻസും അവൈലബിൾ ആണ്. Either you resigned it immediately, claim for damages, or you treat the contract as operative, you are not going to resign it immediately, you wait till that performance നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ask for consequences. Clear ആണോ? ഗൗതം,
Gautam had asked a doubt. Clear alle? ഇവിടെ വരെയുള്ള സാധനം ക്ലിയർ? Okay. So we'll have a small break. Come back by 6:55. Okay, we'll restart by 6:55.
സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay. Next, again, it's an Indian Contract Act question. Next one is also a contract question. R gives his umbrella to M during the rainy season to be used for 2 days during the examinations. M keeps the umbrella for a week. M 1 week later, while going to R's house to return the umbrella, M accidentally slips and the umbrella is badly damaged. So accidentally slip avunu, appo the umbrella badly damaged avunu. Who bears the loss and why? Under the provisions of Indian Contract Act. Bailor Bailey concept ആണ്. ഒരു purpose വേണ്ടി കൊടുക്കുന്നു. ആ purpose കഴിഞ്ഞു കഴിയുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്നാണ്. Bailey should return back the goods to bailor എന്നാണ് പറയുന്നത്. അത് കാരണം എന്ത് ലോസോ ഡിസ്ട്രക്ഷനോ സംഭവിച്ചാലും അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കടമ ബെയിലിക്കുണ്ട്. So that is what we are going to study. We are going to discuss according to section 161 of the Indian Contract Act 1872. It clearly says that where a bailey fails to return the goods within the agreed time in return ചെയ്തിട്ടില്ല, he shall be responsible to the bailor for any loss, destruction or deterioration of the goods from the time, notwithstanding the exercise of reasonable care on his part. Reasonable care എടുക്കാത്തത് കാരണം എന്തെങ്കിലും ലോസോ ഡിസ്ട്രക്ഷനോ ഒക്കെ സംഭവിച്ചാൽ ആ പറയുന്ന ലോസ് ബെയിലറിന് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. ഹെൻസ് ഇൻ ദ ഗിവൺ കേസ് എം ഷാൽ ഹാവ് ടു ബെയർ ദ ലോസ് സിൻസ് ഹി ഫെയിൽ ടു റിട്ടേൺ ദി അംബ്രല്ല വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. പറഞ്ഞ ടൈമിനുള്ളിൽ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് ലോസ് ഡിസ്ട്രക്ഷൻ എന്തൊക്കെ ബെയിലറിന് സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ബെയിലറിന് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം NIയുടെ മാരത്തോണിന്റെ സമയത്തും ഐ ഹാഡ് ക്ലിയർലി സെറ്റ് പ്രോമിസറിനോടാണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വരും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ വരാം, ചെക്കിനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ വരാം. അങ്ങനത്തെ സിമിലർ ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റൻ. വാട്ട് ഇസ് എ ചെക്ക് അണ്ടർ ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ആൻഡ് ഹു ആർ ദ പാർട്ടീസ് ഇൻവോൾവ്? വാട്ട് ആർ ദ എസെൻഷ്യൽ എലിമെന്റ്സ് ഓഫ് എ ചെക്ക്? വെരി ഈസി ക്വസ്റ്റൻ ആണ്. A check is a bill of exchange drawn on a specified banker. ഒരു bill of exchange ആണ് സ്പെസിഫൈഡ് ബാങ്കറിന്റെ മുകളിൽ മാത്രമേ എപ്പോഴും ഡ്രോ ചെയ്യുള്ളൂ. നോട്ട് എക്സ്പ്രസ് ടു ബി പേബിൾ, അതർവൈസ് ദെൻ ഓൺ ഡിമാൻഡ്. ഓൺ ഡിമാൻഡ് ആണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ ട്രങ്കേറ്റഡ് ചെക്ക് ആൻഡ് എ ചെക്ക് ഇൻ ദ ഇലക്ട്രോണിക് ഫോം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ചെക്കും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഫിസിക്കൽ ചെക്കിനെ നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് ഇലക്ട്രോണിക് ചെക്ക് ആക്കുമ്പോൾ ആ പറയുന്ന കോൺസെപ്റ്റും ഈ ചെക്ക് എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആരൊക്കെയാണ് പാർട്ടീസ് ടു എ ചെക്ക്? ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. The person who draws a check, ആരാണോ ചെക്ക് ഡ്രോ ചെയ്യുന്നത്, that particular person is called drawer. ആരുടെ പേരിലാണ്? It's always banker. So the specified bank on whom the check is drawn is called the payee. Drawee. Payee എന്ന് പറയുന്നത് person named in the instrument. ആരുടെ പേരാണോ ഇൻസ്ട്രുമെന്റ് അകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്നത്, that particular person is called the payee. So ആരാണോ ചെക്ക് ഡ്രോ ചെയ്യുന്നത് ഡ്രോയർ, ആരുടെ പേരിലാണോ യൂഷ്വലി സ്പെസിഫൈഡ് ബാങ്ക് ആണ്. So that's basically the drawee. Payee എന്ന് പറയുമ്പോൾ ആരുടെ പേരാണോ ഇൻസ്ട്രുമെന്റിൽ കാണുക, that particular person is called the payee. What are the essential characteristics of a check? ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിനകത്തുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇതേ, കാരണം അത് ഓൾറെഡി തന്നെ പറയുന്നില്ലേ, ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ചെക്കിനും ആപ്ലിക്കബിൾ ആയിരിക്കും. ഇറ്റ് മസ്റ്റ് ബി ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ബാങ്കറിന്റെ മുകളിലാണ് എപ്പോഴും ഡ്രോ ചെയ്യുക. ഇറ്റ് മസ്റ്റ് ബി പേയബിൾ ഓൺ ഡിമാൻഡ്. ഈ രണ്ട് ഫീച്ചേഴ്സ് മറ്റേതിനകത്ത് നമ്മൾ കാണൂല, ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് കാണൂല. സോ ഇതൊഴികെ ബാക്കി വാട്ട് എവർ ഫീച്ചേഴ്സ് വി ഹവ് സ്റ്റഡീഡ് ഫോർ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ദ സെയിം ഷാൽ ബി ആപ്ലിക്കബിൾ. സോ ഇങ്ങനെ എഴുതുന്നതിന് പകരം യു ക്യാൻ ആക്ച്വലി റൈറ്റ് എവറി ഫീച്ചേഴ്സ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ മെയ് 2024, അതായത് ജൂണിലെ എക്സാം, സെയിം ക്വസ്റ്റ്യൻ വാസ് പാർട്ട് ഓഫ് യുവർ RTP ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് പ്രീവിയസ് അറ്റംപ്റ്റിന്റെ RTP ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ആൻഡ് വാട്ട് ഇസ് ദ ഹൈറാർക്കി ഓഫ് ദ കോർട്സ് ഇൻ ഇന്ത്യ? അപ്പം സിറ്റിസൺസ് തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോഴോ സിറ്റിസൺസും ഗവൺമെന്റും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോഴോ ഈ ഡിസ്പ്യൂട്ട് ഒക്കെ സോൾവ് ചെയ്യുന്നത് ജുഡീഷ്യറി ആണ്. എന്താണ് ഈ പറയുന്ന ജുഡീഷ്യറി ചെയ്യുന്നത്? കോർട്സ് ഒക്കെ എന്താണ് ചെയ്യുന്നത്? ദേ വിൽ ഇന്റർപ്രറ്റ് ദി ആക്ട് ആൻഡ് ദ കോഡ്. ആക്ടിനകത്ത് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് തരും. എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്ത് തരും. പ്രൊമോഷൻ ഓഫ് ഫെയർനെസ് അമംഗ് ദ സിറ്റിസൺസ് ഓഫ് ദ ലാൻഡ്. ഇഫ് ഇനി ഇൻജസ്റ്റിസ് ഒക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ഫെയർനെസ് പ്രൊമോട്ട് ചെയ്യുന്നതും കോർട്ടാണ്. കോർട്ടിന്റെ ഹൈറാർക്കിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സുപ്രീം കോർട്ട് ഇസ് എ ടോപ്പ് മോസ്റ്റ്, അത് കഴിഞ്ഞാൽ ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, മെട്രോപൊളിറ്റൻ കോർട്ട്സ്. അങ്ങനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. Supreme Court is the apex body of the judiciary. Chief Justice of India is the highest authority. Supreme Court ആണ് apex body, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്നത്. Chief Justice of India ആണ് ഏറ്റവും highest authority, appointed under Article 126 of the Indian Constitution. Principal bench എന്ന് പറയുമ്പോൾ, ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാനൽ ഓഫ് ജഡ്ജസ്. ബെഞ്ചിന്റെ അർത്ഥം മിക്ക ആൾക്കാർക്കും അറിയില്ല. ഇറ്റ്സ് എ പാനൽ ഓഫ് ജഡ്ജസ്. സോ പ്രിൻസിപ്പൽ ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട് കൺസിസ്റ്റ് ഓഫ് 7 members ഇൻക്ലൂഡിംഗ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇപ്പൊ അത് 33 വരെ ഉണ്ട്. സോ അത്രയും ആൾക്കാർ വരെ സുപ്രീം കോർട്ടിനകത്ത്
കാണാറുണ്ട്. നോ ഹൈക്കോർട്ട്, ദ ഹൈക്കോർട്ട് ഓഫ് ദ അപ്പീൽ ഇൻ ഈച്ച് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഇസ് എ ഹൈക്കോർട്ട്. അതായത് സ്റ്റേറ്റിലോ യുടിയിലോ നിങ്ങൾക്ക് എന്തിനേലും അപ്പീലിന് പോകണം, അതായത് നിങ്ങളുടെ ലോവർ കോർട്സ് തന്ന ഡിസിഷനുമായിട്ട് നിങ്ങൾ ഹാപ്പി അല്ല, ഇഫ് യു വോണ്ട് ടു ഗോ ടു ദി അപ്പീൽ, ഇഫ് യു വോണ്ട് ടു ഗോ ഫോർ എൻ അപ്പീൽ in a state or even a UT, അതിനകത്ത് highest authority will be the High Court. Article 214 of the Indian Constitution പ്രകാരം there must be a High Court in each state. എല്ലാ സ്റ്റേറ്റിലും ഹൈക്കോർട്ട് ഉണ്ടായിരിക്കണം. ഹൈക്കോർട്ട് 3 രീതിയിലാണ് ഉണ്ടാവുക. ഹൈക്കോർട്ട് ഹാസ് അപ്പലന്റ്, അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറ്റും, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ആൻഡ് സൂപ്പർവൈസറി ജുറിസ്ഡിക്ഷൻ. അപ്പം അപ്പലന്റ് അതോറിറ്റി ഉണ്ട്. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒറിജിനലി ആ പറയുന്ന സ്യൂട്ട്സ് ഹൈക്കോർട്ടിലെ നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സൂപ്പർവൈസറി എന്ന് പറയുമ്പോൾ ലോവർ കോർട്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഹൈക്കോർട്ടാണ്. However, Article 227 of the Indian Constitution limits a High Court supervisory power. So, supervisory power limit ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ടിന് തൊട്ട് താഴെയുള്ളതാണ്. ദ കോർട്സ് ഓഫ് ദ ഡിസ്ട്രിക്ട് ജഡ്ജ് ഡീൽസ് വിത്ത് ദ സിവിൽ ലോ മാറ്റേഴ്സ് ആൻഡ് ദ സെഷൻസ് കോർട്സ് ജഡ്ജ് ആണ് ക്രിമിനൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നത്. സോ ഡിസ്ട്രിക്ട് കോടതിയിലെ ജഡ്ജിനെ നമ്മൾ ബേസിക്കലി സിവിൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യും. സോ ഡിസ്ട്രിക്ട് ജഡ്ജ്, സെഷൻസ് കോർട്ടും നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെയുള്ളതാണ്, പക്ഷേ ബേസിക്കലി ക്രിമിനൽ കേസസ് ആണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. മെട്രോപൊളിറ്റൻ കോർട്സ് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പോപ്പുലേഷൻ സൈസ് 10 ലക്ഷത്തിൽ കൂടുമ്പോൾ മാത്രമേ, 10 ലക്ഷം ഓർ മോർ വരുമ്പോൾ മാത്രമേ മെട്രോപൊളിറ്റൻ കോർട്സ് ഉണ്ടാകുള്ളൂ. ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് അതേ പവർ ആയിരിക്കും. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ സെയിം പവേഴ്സ് ആയിരിക്കും. സോ 4 രീതിയിലാണ് അതിന്റെ കോർട്സിന്റെ ഒരു ഹൈറാക്കി പോവുക. സുപ്രീം കോർട്ട് ഉണ്ടാവും, ഹൈക്കോർട്ട് ഉണ്ടാവും, ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ടാവും, മെട്രോപൊളിറ്റൻ കോർട്സ് ഉണ്ടാവും. മെട്രോപൊളിറ്റൻ കോർട്സ് എപ്പോഴും ഓർത്തോണം, മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൈക്കോർട്സ് ആയിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുക. ചീഫ് Metropolitan Magistrate will have the same powers of that of Chief Judicial Magistrate. Also, Metropolitan Magistrate will have the same powers of the first class magistrate. ഇവിടെ വരെയുള്ള സംഭവം ക്ലിയർ ആയോ? ഓക്കെ ആണോ? കോർട്സിന് ഹൈറാക്കി ഇസ് ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. അബ്യുക് പർച്ചേസ് എന്നുള്ള ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അബ്യുക് purchased 100 kgs of wheat from Bhaskar at 30 per kg. Bhaskar says that wheat is in his warehouse in the custody of Kishore, the warehouse keeper. So Avyukta 100 kg of wheat Bhaskar അടുത്തുനിന്ന് purchase ചെയ്യുന്നു 30 per kg ആയിട്ട്. ഭാസ്കർ പറയുന്നു വീറ്റ് വെയർഹൗസിലാണ്, വിച്ച് ഇസ് ഇൻ ദ കസ്റ്റഡി ഓഫ് കിഷോർ, ദ വെയർഹൗസ് കീപ്പർ. വെയർഹൗസ് കീപ്പറിന്റെ കയ്യിലാണ്. കിഷോർ കൺഫേംഡ് അബ്യുക് ദാറ്റ് ഹി ക്യാൻ ടേക്ക് ദ ഡെലിവറി ഓഫ് വീറ്റ് ഫ്രം ഹിം ആൻഡ് ടിൽ ദെൻ ഹീസ് ഹോൾഡിംഗ് വീറ്റ് ഓൺ അബ്യുക്സ് ബിഹാഫ്. സോ അബ്യുക്തിന്റെ ബിഹാഫിന് വേണ്ടി അത് ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. ബിഫോർ Avyuk picks the goods from the warehouse, the whole wheat in the warehouse has flowed in the flood. അതായത് കംപ്ലീറ്റ് ഫ്ലഡ് വന്നിട്ട് ആ കംപ്ലീറ്റ് സംഭവം നഷ്ടപ്പെടുന്നു. Now Avyuk wants his price on the contention that no delivery has been done by the seller. ഇവിടെ ഡെലിവറി നടന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന് കോമ്പൻസേഷൻ തന്നേ പറ്റുള്ളൂ. വെയർ ഹൗസ് കീപ്പറിന്റെ അടുത്തായിരുന്നു, എനിക്ക് അത് തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. സോ പലതരത്തിലുള്ള ഡെലിവറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്ച്വൽ ഡെലിവറി, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആൻഡ് സിംബോളിക് ഡെലിവറി. സോ ഓൾറെഡി ഇവിടെ ഡെലിവറി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും. So 3 modes of delivery ഉണ്ട്. When delivery is effected without any change in the custody or actual possession. So actual possession നടന്നിട്ടുണ്ടാവില്ല, it is called constructive delivery. അതായത് ബേസിക്കലി നമുക്ക് വേണ്ടി ഒരാൾ ഗുഡ്സ് ഹോൾഡ് ചെയ്യുവാണ്, someone is holding on our behalf. ബേസിക്കലി നമുക്ക് ഡെലിവറി നടന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് ആ സാധനം പൊസഷൻ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡെലിവറി ഈസ് ഓൾറെഡി ബീൻ കംപ്ലീറ്റഡ്. പൊസഷൻ മാറാത്തത് കൊണ്ട് that kind of delivery is called constructive delivery. Constructive delivery takes place when a person in possession of the goods belonging to the seller acknowledges to the buyer that he is holding the goods on buyer's behalf. പറയുവാണ് ഞാനത് ബയറിന്റെ ബിഹാഫിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അവിടെ പൊസഷൻ പോയിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ എന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്? ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദ above provision and facts, it is clear that possession of the wheat has been transferred through constructive delivery. So constructive delivery പ്രകാരം possession of goods അവിടെ നടന്നിട്ടുണ്ട്. Hence Avyuk is not right, he cannot claim the price back. ഓൾറെഡി ആ വെയർഹൗസ് കീപ്പർ അത് ഹോൾഡ് ചെയ്തിരുന്നത് ബയറിന്റെ ബിഹാഫിന് വേണ്ടിയിട്ടാണ്. അവിടെ ഡെലിവറി കംപ്ലീറ്റഡ് ആണ്. ആക്ച്വൽ ഡെലിവറി, അതായത് ആക്ച്വൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ പൊസഷനും അവിടെ പോയിട്ടുണ്ട്. ആക്ച്വൽ ഡെലിവറി നടന്നിട്ടില്ല എന്നേ ഉള്ളൂ. കൺസ്ട്രക്റ്റീവ് ഡെലിവറി അവിടെ നടക്കുന്നത് കൊണ്ട് ഒരിക്കലും അതിന്റെ ലോസ് അയാൾക്ക് ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ ആണോ? ഓക്കെ.
Okay. Classify the following transactions under Sale of Goods Act according to the types of goods they are. എന്ത് types of goods ആണ് നിങ്ങൾ പറയണം. അങ്ങനത്തെ type of question ആണ് സോഗ പ്രകാരം. A wholesaler of cotton has 100 bales in his godown. He agrees to sell 50 bales and these bales were selected and set aside. നമ്മൾ പറയില്ല ascertain goods and ascertain goods. ആ പോയിന്റ് ഓഫ് വ്യൂ എഴുതാനാണ് പറയണേ. 100 bales of cotton ഉണ്ടായിരുന്നു. 100 bales of cotton ഉണ്ടായിരുന്നു ഗോഡൌണിൽ. അയാൾ 50 ബെയിൽ വിൽക്കാം എന്ന് പറഞ്ഞു. ഈ 50 ബെയിൽ സെലക്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ്, എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് അസർടെയിൻ ഗുഡ്സ്. കാരണം വളരെ വ്യക്തമായിട്ട് എനിക്ക് ഈ 50 ബെയിൽസ് വേണം എന്ന് പറയുന്നു, എന്നിട്ട് യു ആർ കീപ്പിംഗ് ഇറ്റ് അസൈഡ്. സച്ച് ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് അസർടെയിൻ ഗുഡ്സ് ആണ്. അടുത്തത്, എ agrees to sell to B 1 packet of sugar out of the lot of 100 packets lying in a shop. അതായത് 100 പാക്കറ്റ് കിടക്കുന്നതിൽ ഒരു പാക്കറ്റ് ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി അൺഅസർടെയിൻ ഗുഡ്സ്. ഏത് പാക്കറ്റാണ് തരുന്നതെന്ന് എനിക്ക് അറിയാമോ? ആ പാക്കറ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ സെറ്റ് അസൈഡ് ചെയ്തിട്ടില്ല. സോ യു കനോട്ട് കോൾ ഇറ്റ് ആസ് അസർടെയിൻ ഗുഡ്സ്, ദേ ആർ അൺഅസർടെയിൻ ഗുഡ്സ്. T agrees to sell. T agrees to sell to S all the apples which will be produced in his garden this year. അതായത് ഇവിടെ സെയിൽ എന്ന് പറയുന്ന സംഭവമില്ല, എഗ്രിമെന്റ് ടു സെൽ ആണ്. ഫ്യൂച്ചർ ഗുഡ്സ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. എന്റെ ഫാമിൽ ഈ വർഷം ഉണ്ടാവുന്ന ആപ്പിൾസ് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ ആപ്പിൾസ് ഇപ്പൊ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുമ്പോൾ തരാം. സോ ബേസിക്കലി ഫ്യൂച്ചർ ഗുഡ്സ് ആണ്, എഗ്രിമെന്റ് ടു സെൽ ആണ് ഇവിടെ സംഭവിക്കുന്നത്. സെയിൽ ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ്. ആദ്യത്തെ കേസിൽ ആ 100 ബെയിലിൽ നിന്ന് 50 ബെയിൽസ് ഐഡന്റിഫൈ ചെയ്തു, സെറ്റ് അസൈഡ് ആക്കി. സോ ദാറ്റ്സ് അസർടെയിൻ ഗുഡ്സ്. സെക്കൻഡ് കേസിൽ ഒരു 100 എണ്ണത്തിൽ ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം തരാമെന്ന് പറഞ്ഞു, ദാറ്റ് ഇസ് അൺഅസർടെയിൻ ഗുഡ്സ്. മൂന്നാമത്തെ കേസിൽ ഭാവിയിൽ ആ ഗുഡ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ തരാമെന്ന് പറയുന്നത് ദാറ്റ്സ് ഫ്യൂച്ചർ ഗുഡ്സ്, ദാറ്റ് ഇസ് നോട്ട് സെയിൽ, ദാറ്റ് ഇസ് എഗ്രിമെന്റ് ടു സെൽ. ക്ലിയർ അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഈസി. ഓക്കെ ആണോ? ഓക്കെ. നോ, ഈ പറയുന്ന ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ യു ക്യാൻ ജസ്റ്റ് നോട്ട് ഡൗൺ ഈ ഡിസൊല്യൂഷൻ ഏരിയന്ന്. ഐ ടെൽ യു ഡിഫറെന്റ് ടൈപ്സ്. ഇപ്പൊ ഇവർ ഇട്ടേക്കുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം എന്ന് പറഞ്ഞ സെക്ഷൻ 39 ടു സെക്ഷൻ 47 വരെയുള്ള മൊത്തം സംഭവങ്ങൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഡിസൊല്യൂഷൻ ബൈ കോർട്ട്, വോളണ്ടറി ഡിസൊല്യൂഷൻ എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് അതല്ലാതെ അവർക്ക് സ്പെസിഫിക്കലി ക്വസ്റ്റൻസ് ചോദിക്കാം. സോ ചില സെക്ഷൻ നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. കമ്പൽസറി ഡിസൊല്യൂഷൻ ഉണ്ട് സെക്ഷൻ 41, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ യു ക്യാൻ മാർക്ക് ഇറ്റ്. 41 റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ദെൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് 44, ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 41 കമ്പൽസറി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സ്പെസിഫിക്കലി ഇതിനെ ബേസ് ചെയ്യുന്ന ഒരു കേസ് ബേസ് ക്വസ്റ്റൻ നോക്കുന്നത് നല്ലതായിരിക്കും. 41 ആൻഡ് 44 ബേസ് ചെയ്യുന്ന കേസ് ബേസ് ക്വസ്റ്റൻ. ഇവിടെ കൊടുത്തേക്കുന്നത് മൊത്തമാണ്, എൻറ്റയർ ഡിസൊല്യൂഷൻ ആണ്. ഇങ്ങനെ ചോദിച്ചാൽ യു വിൽ ഹാവ് ടു റൈറ്റ് എ ലോട്ട് ഓഫ് എക്സ്പ്ലനേഷൻ. പക്ഷെ എടുത്ത് 41 44 ഒത്തിരി തവണ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. Dissolution of a firm means discontinuation of the juror relation existing between all the partners of the firm. Partners of the firm തമ്മിലുള്ള റിലേഷൻഷിപ്പ് തീരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. When only one of the partner retires or become incapacitated from acting as a partner due to death, insolvency or insanity, the partnership relation between such partner and others is dissolved, but the rest may decide to continue. ഒരു പാർട്ട്ണർ മരിച്ചതുകൊണ്ടോ ഇൻസോൾവെന്റ് ആയതുകൊണ്ടോ അത് ഫേം ഡിസോൾവ് ആക്കണം നിർബന്ധമൊന്നുമില്ല. അവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് തീർന്നു, ബാക്കി സർവൈവിംഗ് പാർട്ട്നേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം. In such cases, no dissolution of the firm occurs. ആ കേസ് ഇപ്പോൾ ഒരു പാർട്ട്ണർ മരിച്ചുപോയി, ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയിപ്പോയി, ഒരു പാർട്ട്ണർ ഇൻസെയിൻ ആയിപ്പോയി, അപ്പോൾ അത് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേമിലോട്ട് പോകത്തില്ല. അവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് തീർന്നു, സർവൈവിംഗ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ചെയ്തു പോവാം. The particular partner goes out, but the remaining partners carry on the business of the firm. In case of dissolution of the firm, on the other hand, the whole firm is dissolved. The partnership terminates as between each and every partner. Dissolution of firm എന്ന് പറയുമ്പോൾ ആരും മുന്നോട്ട് പോകുന്നില്ല, എൻറ്റയർ ഫേം അവിടെ ക്ലോസ് ഡൗൺ ചെയ്യുവാണ്. അല്ലാണ്ട് ഒരു പാർട്ട്ണർ മരിച്ചതുകൊണ്ടോ ഇൻസെയിൻ ആയതുകൊണ്ടോ ഇൻസോൾവെന്റ് ആയതുകൊണ്ടോ ഫേം പൂട്ടി പോകണം നിർബന്ധമൊന്നുമില്ല. അത് സബ്ജക്ട് ടു ആ കോൺട്രാക്ട് ആണ്. സോ പൊതുവെ പോകാറില്ല. സർവൈവിംഗ് ഓർ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ. ഈ കേസിൽ അവർ കംപ്ലീറ്റ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻ തീരുവാണ് ആൻഡ് ദ ഹോൾ ബിസിനസ് ഇസ് ക്ലോസിംഗ് ഡൗൺ. ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് ഫേം പല രീതിയിലുണ്ടാവും. ബൈ എഗ്രിമെന്റ്,
by business becoming unlawful. ഞാൻ പറഞ്ഞില്ലേ compulsory dissolution subject to an agreement between the parties on the happening of certain contingencies. പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ effluence of time, അതായത് fixed partnership coming to an end, completion of venture for which it was entered into, particular partnership coming to an end, death of a partner, insolvency of a partner. ഇതൊക്കെ subject to a contract ആണ്. Contingency ആയിക്കോട്ടെ, fixed partnership coming to an end, particular partnership coming to an end, death of a partner, insolvency of a partner, ഇതൊക്കെ dissolution of firmലേക്ക് പോയേക്കാം subject to a agreement. പിന്നെ ബൈ പാർട്ട്ണർ ഗിവിംഗ് എ നോട്ടീസ് ഇസ് ഇന്റൻഷൻ ടു ഡിസോൾവ് ദ ഫേം ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലിനകത്ത് ഒരു പാർട്ട്ണറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഫേം ഡിസോൾവ് ചെയ്യണമെന്നെങ്കിൽ ചെയ്തെടുക്കാം. അപ്പൊ ഏത് ഡേറ്റ് തൊട്ടിട്ടാണ് ഡിസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക? നോട്ടീസിനകത്ത് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് പ്രകാരം, നോട്ടീസിനകത്ത് ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ നോട്ടീസ്. ഏത് ഡേറ്റിലാണോ പറയുന്ന പാർട്ട്ണർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ബാക്കി പാർട്ട്നേഴ്സിന്റെ അടുത്ത്, ആ ഡേറ്റ് തൊട്ട് ഡിസൊല്യൂഷൻ ഇഫക്റ്റീവ് ആവും. ഇനി കോർട്ട് ഇടപെടുന്ന കേസുകളൊക്കെ ഏതാണ്? ആ പാർട്ട്ണർ ബിക്കമിങ് അൺസൗണ്ട് മൈൻഡ്. ഒരു പാർട്ട്ണർ അൺസൗണ്ട് മൈൻഡ് ആകുമ്പോൾ നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു ബാക്കി പാർട്ട്നേഴ്സിന് വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് കോർട്ടിനോട് പറഞ്ഞിട്ട് ഡിസൊല്യൂഷനിലോട്ട് പോവാം. പെർമനന്റ് ഇൻകപ്പാസിറ്റി ഓഫ് എ പാർട്ട്ണർ, ഒരു കംപ്ലീറ്റ്ലി മറ്റേ പെർമനന്റ് ആയിട്ട് ഇൻകപ്പാസിറ്റേറ്റഡ് ആയി പോയി, പഴയ പോലെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല, ഒരു കോമ സ്റ്റേജിലോട്ട് പോയി, അല്ലെങ്കിൽ പഴയ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റൂല മറ്റേ പാർട്ട്ണർഷിപ്പിനകത്ത്, അതാണ് പെർമനന്റ് ഇൻകപ്പാസിറ്റി. ടെമ്പററി ഇൽനെസ് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. മിസ്കണ്ടക്ട് ഓഫ് എ പാർട്ട്ണർ എഫക്റ്റിംഗ് ദ ബിസിനസ്, സ്ഥിരമായിട്ട് മിസ്കണ്ടക്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. വിൽഫുൾ പെർസിസ്റ്റന്റ് ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ് ബൈ എ പാർട്ട്ണർ, സ്ഥിരമായിട്ട് ഫ്രോഡ് കാണിക്കുന്നു. ട്രാൻസ്ഫർ ഓഫ് സെയിൽ ഓഫ് ദ ഹോൾ ഇൻട്രസ്റ്റ് ഓഫ് എ പാർട്ട്ണർ, മൊത്തം ഇൻട്രസ്റ്റ് ഒരാൾക്ക് വിറ്റതുകൊണ്ട് ബിസിനസ് ക്യാരിഡ് ഓൺ അറ്റ് എ ലോസ്. ഇപ്പോഴും ലോസ് ആണ്, ഫ്യൂച്ചറിലും ലോസ് ആയിരിക്കും. ദ കോർട്ട് ബീങ് സാറ്റിസ്ഫൈഡ് ഓൺ എനി അതർ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്സ്. ഇത് കൂടാതെ കോർട്ടിന് ശരിയെന്ന് തോന്നുന്ന ഗ്രൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിച്ചേക്കാം. ക്ലിയർ ആണോ? ഇത്രയും ഡിസൊല്യൂഷൻ ഇത് മൊത്തമാണ്. ദ എൻറ്റയർ കോൺസെപ്റ്റ് വാസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് വളരെ റെയർ ആണ്, ചോദിച്ചിട്ടില്ല എന്നൊന്നുമല്ല, ചോദിച്ചിട്ടുണ്ട്. ബട്ട് യൂഷ്വലി മറ്റേത് എടുത്ത് കേസ് ബേസ്ഡ് ആയിട്ട് ചോദിച്ചാണ് പതിവ്. ഓക്കെ അല്ലേ? ഓക്കെ. ഡിഫൈൻ കൺസിഡറേഷൻ, സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. ഇതിനകത്തും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ നമ്മുടെ കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്ട് ഏതൊക്കെയാണ് വാലിഡ് ആവുന്നത്? ഗിഫ്റ്റ്, നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ, എക്സെപ്ഷൻസ് നമ്മൾ പഠിക്കുന്നില്ലേ? അപ്പൊ അതൊന്നും നോക്കുന്നത് നല്ലതാണ്. അതിനകത്ത് നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഗിഫ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഏജൻസി, ബെയിൽമെന്റ്, അതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആ കോൺട്രാക്ട് വാലിഡ് ആയിരിക്കും. സോ അങ്ങനത്തെ കുറച്ച് എക്സെപ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കേസ് ബേസ് ക്വസ്റ്റ്യൻ നോക്കുന്നത് നല്ലതായിരിക്കും. Consideration section 2 clause D, when the desire of the promisor, promisee or any other person has done or abstained from doing, promises to do or abstain from doing such an act or abstinence or promise is called consideration. എന്തൊക്കെയാണ് വാലിഡ് കൺസിഡറേഷൻ എസെൻഷ്യൽസ്? എന്തൊക്കെയാണ്? ഇറ്റ് മസ്റ്റ് മൂവ് വിത്ത് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. പ്രോമിസറിന്റെ ഡിസയറിലെ മൂവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇറ്റ് മേ പ്രൊസീഡ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ, അത് പ്രോമിസിയുടെ അടുത്തുനിന്നാകാം ഓർ എനി അതർ പേഴ്സൺ ആകാം. ഇറ്റ് മേ ബി എക്സിക്യൂട്ടഡ് ഓർ എക്സിക്യൂട്ടറി, അതായത് കംപ്ലീറ്റ്ലി കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള കൺസിഡറേഷൻ കംപ്ലീറ്റ്ലി എക്സിക്യൂട്ടഡ് ആകാം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതാകാം. റിയൽ ആയിരിക്കണം, ഹാവ് സം വാല്യൂ ആയിരിക്കണം. അതായത് ഞാൻ മാജിക് വഴി കുറച്ച് പൈസ തരാം, മാജിക് വഴി ഞാൻ ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യാം, അത് റിയൽ അല്ല. ഇറ്റ് മസ്റ്റ് നോട്ട് ഡു സംതിങ് വിച്ച് ദ പ്രോമിസർ ഇസ് ഓൾറെഡി ലീഗൽ ബൗണ്ട് ടു ഡു. ഓൾറെഡി ചെയ്യേണ്ട ഒരു സംഭവം ആവരുത് ഈ പറയുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി അൺലോഫുൾ, ഇമ്മോറൽ, ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അതായത് ഇല്ലീഗൽ ആയെന്ന ഒരു സംഭവം ആവരുത് നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നാഡിക്വസി ഓഫ് കൺസിഡറേഷൻ ഡസ് നോട്ട് ഇൻവാലിഡേറ്റ് കോൺട്രാക്ട്. നമ്മൾ പറയാണ് ശരിക്കും എന്റെ മാർക്കറ്റ് വാല്യൂ 10 ലക്ഷം രൂപയാണ്, ഞാൻ നിനക്ക് 1 ലക്ഷം രൂപയ്ക്ക് തരാം, അത് വാല്യൂ കുറഞ്ഞതുകൊണ്ട് കൺസിഡറേഷൻ ഭയങ്കര കുറവാണ്, ഇന്നാഡിക്വേറ്റ് ആണ്, കോൺട്രാക്ട് ഇൻവാലിഡ് ആയി പോകും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ? ഇല്ല. ബിക്കോസ് കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ക്ലിയർ ആയോ? ദിസ് പാർട്ട് ഓക്കെ ആണോ?
Okay. Again, this was something we discussed in the last day's NI marathon. Nakul made promissory note in favor of Sahadev 10,000 and delivered to him. Sahadev endorsed a promissory note in favor of Arjun but delivered to Arjun's agent. Subsequently, Arjun's agent died and promissory note was found by Arjun in his agent's table drawer. Similar question, similar sambhavam nammal കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. MTP1. Arjun sued Nakul for the recovery of the promissory note. Whether Arjun can recover the amount under the provisions of Negotiable Instruments Act, നമ്മൾ already പറഞ്ഞാണ്. Bearer instrument അവിടെ ഇതല്ല രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. Section 48 of the NI Act പ്രകാരം promissory note, bills of exchange, check payable to order is negotiable by the holder by endorsement and delivery thereof. Endorsement നടത്താം, delivery നടത്തണം. Further, delivery of an instrument is essential whether the instrument is payable to the bearer or to the order. Delivery അവിടെ മാൻഡേറ്ററി ആണ്. ഡെലിവറി വോളണ്ടറി ആയിരിക്കണം. ഡെലിവറിയുടെ ഉദ്ദേശം പ്രോപ്പർട്ടി പാസ് ഓൺ ആയിരിക്കണം മറ്റേ ആൾക്ക്. ഡെലിവറി ആക്ച്വൽ ആകാം, കൺസ്ട്രക്റ്റീവ് ആകാം. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ഡെലിവറി ആക്ച്വലി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജന്റിനോ ക്ലർക്കിനോ സെർവന്റെ കയ്യിലോ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഹോൾഡിംഗ് ഓൺ ദ ബിഹാഫ്. ഇത് മൊത്തം കഥയാണ്. ആൻഡ് ഓർഡർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ബൈ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ആസ് ഡെലിവറി ടു അർജുൻസ് ഏജന്റ്. ഇറ്റ് ഇസ് സഫിഷ്യന്റ് ഡെലിവറി ഓഫ് പ്രോമിസറി നോട്ട് ടു അർജുൻ. ദെയർഫോർ അർജുൻ ഇസ് എലിജിബിൾ ടു ക്ലെയിം ദ പേയ്മെന്റ് ഓഫ് പ്രോമിസറി നോട്ട്. അപ്പോൾ ഒരു ഏജന്റ് കൊടുക്കുമ്പോൾ അത് അവന് കൊടുത്തതിന് തുല്യമാണ്. അവിടെ ആക്ച്വൽ ഡെലിവറി നടന്നിട്ടില്ല എന്നേ ഉള്ളൂ. കൺസ്ട്രക്റ്റീവ് ഡെലിവറി കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ട് പ്രോമിസറി നോട്ട് അവിടെ അയാൾക്ക് കിട്ടുമ്പോൾ അതൊരു വാലിഡ് പ്രോമിസറി നോട്ട് ആയിട്ട് തന്നെ മാറുള്ളൂ. വളരെ വളരെ സിമിലർ എക്സാമ്പിൾ I had discussed in the NI marathon. അതുപോലെ MTP1 സീരീസോ അല്ലെങ്കിൽ RTPO, something very similar question also we had discussed. Okay അല്ലേ? Next. Utkarsh purchased some goods from Saksham for 50,000 on 14th August. Saksham drawn a bill of exchange on Utkarsh and sent to him for acceptance on the same day at 3 p.m. So Utkarsh കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു സാക്ഷമിന്റെ അടുത്തുനിന്ന് 50,000 14th ഓഗസ്റ്റിന്. സാക്ഷം അതേ ദിവസം ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഉത്കർഷിന് കൊടുക്കുന്നു ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് at 3 p.m. ഉത്കർഷ് റിക്വസ്റ്റഡ് സാക്ഷം ടു അലൗ ഹിം സം ടൈം ഫോർ അക്സെപ്റ്റൻസ്. കുറച്ച് സമയം തരണം. സാക്ഷം 48 മണിക്കൂർ അക്സെപ്റ്റൻസിന് കൊടുക്കുന്നു. ഉത്കർഷ് കുഡ് നോട്ട് അക്സെപ്റ്റ് ടിൽ 16th ഓഗസ്റ്റ്. 16 ഓഗസ്റ്റ് 3 മണി വരെ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. സാക്ഷം ട്രീറ്റഡ് ദ ബിൽ as dishonored for non acceptance. നോൺ അക്സെപ്റ്റൻസിന് വേണ്ടി ഡിസോണർ ചെയ്യുന്നു. റെഫറിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി NI Act, whether bills of exchange was dishonored due to നോൺ അക്സെപ്റ്റൻസ്. അപ്പോൾ ഓർത്തോണം, നോൺ അക്സെപ്റ്റൻസ് കാരണം ഞാൻ ആ കംപ്ലീറ്റ് സംഭവം പറഞ്ഞ അക്സെപ്റ്റൻസ് പ്രസന്റ്മെന്റ് മൊത്തം സംഭവം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സെക്ഷൻ 61 പ്രകാരം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി പ്രസന്റഡ് ടു ദ ഡ്രോയി ഫോർ അക്സെപ്റ്റൻസ് ബൈ എ പേഴ്സൺ entitled to demand acceptance within a reasonable time and its business hours on a business day. Business hours il kodukkanam, business day kodukkanam, or reasonable time koduttirikkanam. Default of such presentment, no party thereto is liable thereto to the person making such default. On time ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാർട്ടിയും ലൈബിൾ ആവാൻ വേണ്ടി പോകുന്നില്ല. ഫർദർ സെക്ഷൻ 63 പറയുന്നത് ഹോൾഡർ മസ്റ്റ് ഇറ്റ് സോ റിക്വയർഡ് ബൈ ദ ഡ്രോയി ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രസന്റഡ് ടു ഹിം ഫോർ അക്സെപ്റ്റൻസ് അലൗ എ ഡ്രോയി ഫോർ 48 hours. സോ പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഡ്രോയ്ക്ക് 48 മണിക്കൂർ കൊടുക്കണം. ഇത് നമ്മളിവിടെ വായിച്ചതാ. ഗിവൺ കേസിനകത്ത് സാക്ഷം ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നു, 48 മണിക്കൂർ അലൗ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ 16 ഓഗസ്റ്റ് 3 മണിയായിട്ടും ഒന്നും പറയുന്നില്ല. ഇവിടെ 15 ഓഗസ്റ്റ് ഒരു പബ്ലിക് ഹോളിഡേ ആണ്. ഓഗസ്റ്റ് 15th ഇൻഡിപെൻഡൻസ് ഡേ. ഹിസ് 48 hours would end on 17th August and not on 16th August. Hence, bill could not be treated as dishonored on 16th August. ഒരിക്കലും പബ്ലിക് ഹോളിഡേ, നാഷണൽ ഹോളിഡേ അവിടെ കൂട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ടൈം 48 മണിക്കൂർ എന്നുള്ള ടൈം 16 ഓഗസ്റ്റിനല്ല തീരുക, 17 ഓഗസ്റ്റ് 3 മണിയാകുമ്പോഴാണ് തീരുക. അപ്പൊ ഈ കേസിൽ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഡിസോർഡേഡ് ആയിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. മാർക്ക് ദിസ് ക്വസ്റ്റൻ ആസ് വെരി ഇമ്പോർട്ടന്റ്. Okay. Can we go ahead? Okay.
ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടേക്കുന്ന കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പണ്ട് കുറെ ചോദിച്ചിട്ടുണ്ട്. Trafficking related to the public office. Okay. Explain the terms trafficking related to public office titles and stifling prosecution as per the Indian Contract Act. നമ്മൾ പറയത്തില്ലേ ഈ ഗവൺമെന്റ് ജോലികൾ മറ്റേ കൈക്കൂലി കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആ ജോലി മേടിച്ചെടുക്കുക, അതിന്റെ കുറെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. An agreement to trafficking in public office is opposed to the public policy. ചെയ്യാൻ വേണ്ടി പാടില്ല, as it interferes with the appointment of a person best qualified for the service of the public. ശരിക്കും അർഹതപ്പെട്ട ആൾക്ക് കിട്ടേണ്ട സംഭവം നമ്മൾ എടുത്തു മാറ്റി നമ്മൾ അവിടെ കൈക്കൂലി കൊടുത്ത് കയറുമ്പം it is opposed to the public policy. Public policy requires that there should be no money consideration for the appointment to an office in which the public is interested. പബ്ലിക്കിന് താല്പര്യമുള്ള സ്ഥലത്ത് നമ്മൾ കൺസിഡറേഷൻ ഇൻവോൾവ് ചെയ്തിട്ട് അവിടെ ആ ഒരു പൊസിഷൻ എടുക്കാൻ വേണ്ടി പാടില്ല. The following are the example. An agreement to pay money to a public servant in order to induce him to retire from the office so that another person may secure his appointment is void. ഒരാളോട് പറയാണ്, നിനക്ക് ഞാൻ ഇത്ര 10 ലക്ഷം രൂപ, ഇപ്പൊ താൻ ഇവിടുന്ന് PF ഒക്കെ കിട്ടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും തനിക്ക് കിട്ടാമെന്ന് 10 ലക്ഷം, ഞാൻ 20 ലക്ഷം രൂപ തരാം, നമുക്ക് വേറൊരാളെ, താൻ റിട്ടയർ ചെയ്ത് പുയ്യാറസ് എടുത്ത് പോവുകയാണ്, നേരത്തെ റിട്ടയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ പൊസിഷനിൽ കയറ്റാൻ പറ്റും, താനൊന്ന് പോകാവോ, തനിക്ക് ഇത്ര നമ്മൾ കോമ്പൻസേഷൻ തരാം എന്നും പറഞ്ഞ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ that is opposed to public policy. An agreement to procure a public recognition like Padma Vibhushan for reward is void. ഇപ്പൊ നമ്മളൊരു അവാർഡ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്തൊരു കാര്യത്തിന് നമ്മൾ തരുന്ന ഒരു അവാർഡാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾ പൈസ കൊടുത്തൊക്കെ മേടിക്കുമ്പോൾ that is also considered as opposed to public policy. Now stifling prosecution എന്ന് പറയുന്നത് എന്താണ്? An agreement to stifle, that is an agreement to present proceeding already instituted from running the normal course using force tend to be preservation and abuse of justice. Therefore such an agreement is void. The principle is that one should not take a trade of felony. The compromise of any public offense is generally illegal. Example വായിച്ചാൽ മനസ്സിലാവുള്ളൂ. When a party agrees to pay some consideration to other party in exchange of the latter promising to force the criminal charges against the former is an agreement to stifle prosecution and therefore is void. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരാൾ സാക്ഷി പറയാൻ വേണ്ടി വരിക എന്ന് പറയുവാണ്, അവളോട് പറയാണ് താൻ സാക്ഷി പറയാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ ഓഫൻസ് കണ്ടു, അപ്പം ഞാനൊരു സാക്ഷി പറയാൻ വേണ്ടി പോകും, താനത് പറയാതിരിക്കുവാണെങ്കിൽ തനിക്ക് ഞാൻ ഇത്ര പൈസ തന്നേക്കാം എന്ന് പറഞ്ഞ് അയാളെ എങ്ങനെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ്. നോ ദാറ്റ് ഇസ് ജനറലി ഇല്ലീഗൽ. കണ്ടോ? To an agreement to present proceedings already instituted, already ഒരു മറ്റേ പ്രോസിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക, ഒരു പ്രൊസീഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, റണ്ണിങ് ദർ നോർമൽ കോഴ്സ് യൂസിങ് ഫോഴ്സ് ട്രെൻഡ്സ് ടു ബി എ പെർവേർഷൻ ഓർ ആൻ അബ്യൂസ് ഓഫ് ജസ്റ്റിസ്. അത് ശരിക്കും അങ്ങനെ അയാൾ വരുവായിരുന്നെങ്കിൽ അവിടെ ജസ്റ്റിസ് കിട്ടിയേനെ. അപ്പൊ അബ്യൂസ് ഓഫ് ജസ്റ്റിസ് കാണിക്കുവാണ്, അയാളോട് വരണ്ട, അതിന് പകരം തനിക്ക് ഞാനൊരു കൺസിഡറേഷൻ തരാം. ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? Okay. Explain any 6 circumstances in detail in which a known owner can convey better title to the bona fide purchaser of goods for value under the sale of goods act. Known owner ആണെങ്കിൽ പോലും ഒരു ഗുഡ് ടൈറ്റിൽ എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും? Sale by a mercantile agent. A sale made by a mercantile agent. Mercantile agent is basically a normal agent only acting on someone's behalf. ശരിക്കും അത് അയാളുടെ ഗുഡ്സ് അല്ല, വേറൊരാൾക്ക് വേണ്ടി ആക്ട് ചെയ്യുവാണ്. സ്റ്റിൽ ഗുഡ് ടൈറ്റിൽ തന്നെയല്ലേ കൊടുക്കുക. So a sale made by a mercantile agent of the goods for document of title to goods which would pass a good title to the buyer. So mercantile agent is acting on someone's behalf. അയാളുടെ ഗുഡ് ആയിരിക്കത്തില്ല, പക്ഷെ he'll be passing on good title only to the buyer. അടുത്തത് mercantile agent means an agent having in the customary course of business. Such an agent has an authority either to sell the goods, consign goods for the purpose of sale. അയാൾക്ക് ഗുഡ്സ് വിൽക്കാം, ഗുഡ്സ് കൺസൈൻ ചെയ്യാം, പൈസ റേസ് ചെയ്യാം, സാധാരണ ഒരു ഏജന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും. Sale by one of the joint owners. If one of the joint several owners has the sole possession of them by the permission of the co-owners, the property in the goods is transferred to any person who buys them from the joint owner in good faith has not at the time of such contract of sale notice that the seller has no authority to sell. വളരെ സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരുണ്ടായിരുന്നു ജോയിന്റ് ഓണേഴ്സ്. എൻ്റെ സ്ഥലമല്ല, വേറെ 2 ആൾക്കാരുടെയും കൂടെ കൂടിയിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന സ്ഥലം വിൽക്കുക എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ ജോയിന്റ് ഓണേഴ്സ് പറയുമ്പോൾ മേ ബി വി കുഡ് ടേക്ക്
പൊസഷൻ ഓഫ് സം ഗുഡ്സ്, ഒരു മൂവബിൾ ഗുഡ് എടുക്കുക, 3 പേർക്കും ഒരേ അവകാശമുള്ള സംഭവം. ജോയിന്റ് ഓണർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈക്വലി അവകാശമുള്ള സംഭവം. ആ ഒരാൾക്ക് എല്ലാവർക്കും ഈക്വലി അവകാശമുണ്ട്. അപ്പം ബാക്കി 2 ആൾക്കാർക്ക് അവകാശപ്പെട്ട സാധനം ശരിക്കും അയാളുടെ അല്ലല്ലോ, തേർഡ് പേഴ്സൺ അല്ല. there are three persons who are involved in that goods. അതായത് അതിന്റെ ഓണർഷിപ്പിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് 3 പേര്. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണെന്ന് വിചാരിക്കുക, ഈക്വൽ റൈറ്റ്സ് ആണ്. അപ്പോൾ ഒരാൾ ബാക്കി 2 ആൾക്ക് വേണ്ടിയിട്ട്, സോ ടോട്ടൽ 3 ആൾ, ഒരാൾ ബാക്കി 2 ആൾക്കാർക്ക് റെപ്രസെന്റ് ചെയ്തിട്ട് ആ ഗുഡ്സ് വേറൊരാൾക്ക് വിൽക്കുമ്പോൾ മേടിക്കുന്ന ആൾക്ക് ഗുഡ് ടൈറ്റിൽ തന്നെ കിട്ടുള്ളൂ. ടെക്നിക്കലി ഓരോ ആൾക്കാർക്കും ഈക്വൽ ഷെയർ ആണ്. അയാളുടെ ഷെയർ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ വിൽക്കുവാണ്. ആ പ്രോപ്പർട്ടീന്റെ മുകളിലുള്ള അവകാശം വിൽക്കുമ്പോൾ ആ പറഞ്ഞ് മേടിക്കുന്ന ആൾക്കാർക്ക് ഗുഡ് ടൈറ്റിലേ കിട്ടുള്ളൂ. ദോ ഹീസ് ഓണർ ഓഫ് ഓൺലി 1 പാർട്ട്. ക്ലിയർ ആണോ? അടുത്തത് sale by a person in possession under the voidable contract. A buyer would acquire a good title to the goods sold to him by a seller who had obtained the possession of the goods under a contract voidable on the ground of coercion, fraud, misrepresentation or undue influence, provided that the contract had not been rescinded until the time of the sale. ഒരു voidable contract, അതായത് ഫ്രോഡോ കോയേഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ മിസ്റെപ്രസെന്റേഷനോ ഒക്കെ വഴി കിട്ടിയ ഒരു ഗുഡ്സ്, അതാണ് വിൽക്കുന്നത്. സെല്ലർ ബയറിന് വിൽക്കുന്നു. അത് ആ പറയുന്ന കോൺട്രാക്ട് വിൽക്കുമ്പോഴും ആ കോൺട്രാക്ട് അവോയ്ഡഡ് അല്ല, ആ കോൺട്രാക്ട് വാലിഡ് ആണ്. അതായത് ആ വോയിഡബിൾ ഫ്രോഡോ കൊയേഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ ഒക്കെ വഴി ഒബ്റ്റെയിൻ ചെയ്ത പൊസിഷൻ ആയിരിക്കും. അത് ബയറിന് കൊടുക്കുമ്പോൾ ആ കോൺട്രാക്ട് അവോയ്ഡഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ബയറിന് എന്ത് ടൈറ്റിൽ മാത്രമേ കിട്ടത്തുള്ളൂ? ഗുഡ് ടൈറ്റിലാണ്. ഇതിനെ ബേസ് ചെയ്ത് കുറെ തവണ കേസ് ബേസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ വോയിഡബിൾ കോൺട്രാക്ട് വഴി എനിക്ക് പൊസിഷൻ ഓഫ് ഗുഡ്സ് കിട്ടുന്നു, ഞാൻ അത് റോഷന് വിൽക്കുന്നു. റോഷനായ ബയറിന് എന്ത് ടൈറ്റിലേ കിട്ടുള്ളൂ? ഗുഡ് ടൈറ്റിലേ കിട്ടുള്ളൂ, പ്രൊവൈഡഡ് വോയിഡബിൾ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്ത് കാണാൻ വേണ്ടി പാടില്ല. ഹാസ് not been resigned. Sale by one who has already sold the goods but continues in possession thereof. If a person has sold the goods but continues to be in the possession of them or of the documents of title to them, he may sell them to a third person, and if such person obtains a delivery thereof in good faith without the notice of the previous sale, he would have good title to them, although the property in the goods had passed to the first buyer earlier. A pledge or other disposition of goods or documents of title by the seller in possession are equally valid. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഞാൻ കുറച്ച് ഗുഡ്സ് ഓൾറെഡി റോഷന് വിറ്റിട്ടുണ്ടായിരുന്നു, പക്ഷെ റോഷൻ അതിനെ ആക്ച്വൽ ഡെലിവറി എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ റോഷന് വേണ്ടി ആ ഗുഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെൻഡയിലാണ് ആ പറയുന്ന ഗുഡ്സ് ഇപ്പം ഇരിക്കുന്നത്. ടെക്നിക്കലി ഐ ഹവ് സോൾഡ് ദ ഗുഡ്സ് ടു റോഷൻ, പക്ഷെ ഗുഡ്സ് ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തസ്ന വരുന്നു. അപ്പോൾ ഞാൻ തസ്നയ്ക്ക് എൻ്റെ ആ റോഷന് വേണ്ടി ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുഡ്സ് ഞാൻ വിൽക്കുന്നു. തസ്ന ഇത് അറിയുന്നില്ല, ദാറ്റ് ദിസ് ഗുഡ് ഇസ് ബിലോങ്ങിങ് ടു, ദീസ് ഗുഡ്സ് ആർ ബിലോങ്ങിങ് ടു റോഷൻ, അങ്ങനെ ഒന്നും തസ്നയ്ക്ക് അറിയില്ല. തസ്ന സാധാരണ പോലെ തന്നെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. തസ്നയ്ക്ക് കിട്ടാൻ പോകുന്ന ടൈറ്റിൽ എന്താണ്? ഡിഫക്റ്റീവ് ടൈറ്റിലാണോ ഗുഡ് ടൈറ്റിലാണോ? ഗുഡ് ടൈറ്റിലാണ്. കാരണം തസ്നയ്ക്ക് അറിയില്ല ഇത് വേറൊരാൾക്ക് വിറ്റ ഗുഡാണ്, ഞാനത് ഇപ്പോഴും ഹോൾഡ് ചെയ്യുവാണ്, അതാണ് തസ്ന മേടിക്കുന്നത് തസ്നയ്ക്ക് അറിയില്ല. സോ തസ്ന അത് മേടിക്കുന്നത് ഗുഡ് ഫെയ്ത്തിലായതുകൊണ്ട് തസ്നയ്ക്ക് എന്ത് ടൈറ്റിലേ കിട്ടത്തുള്ളൂ? ഗുഡ് ടൈറ്റിലേ കിട്ടത്തുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. Next, sale by the buyer obtaining possession before the property in the goods has vested in him, where a buyer within the consent of the seller obtained possession of the goods before the property in them has passed to him. Property pass on ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ownership pass on ചെയ്തിട്ടില്ല. He may sell, pledge or otherwise dispose of the goods to a third person, and if such person obtains a delivery of the goods in the good faith without notice of the lien or other right of the original seller in respect of the goods, he would get a good title to them. ഞാനാണ് സെല്ലർ, റോഷനാണ് ബയർ. അപ്പൊ റോഷന്റെ കയ്യിൽ പ്രോപ്പർട്ടി പാസ് ഓൺ ആയിട്ടില്ല, പൊസഷൻ മാത്രമേ ഉള്ളൂ, ഓണർഷിപ്പ് പാസ് ഓൺ ആയിട്ടില്ല. റോഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് കൂടെ പാസ് ഓൺ ആണ്, പക്ഷെ പൊസഷൻ അവന്റെ കയ്യിലുണ്ട്. അവൻ ആ പറയുന്ന ഗുഡ്സ് അത് നേരെ തസ്നയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഈ തസ്ന എഗെയിൻ ഇതൊന്നും അറിയാതെയാണ് റോഷന്റെ അടുത്തൊന്നും മേടിക്കുന്നത്. ഞാൻ ഗുഡ്സ് അവന് പൊസഷൻ ഇരിക്കുകയാണ്, എന്റെ ഗുഡ്സ് അവന്റെ പൊസഷൻ ഇരിക്കുകയാണ്, അവന്റെ പ്രോപ്പർട്ടി എന്റെ നിന്ന് പ്രോപ്പർട്ടി അവന് പാസ് ഓൺ ആയിട്ടില്ല, അതായത് ഓണർഷിപ്പ് പാസ് ഓൺ ആയിട്ടില്ല. ഒന്നും അറിയാതെ റോഷൻ ആണെങ്കിൽ ഇത് തസ്നയ്ക്ക് വിൽക്കണം, തസ്നയാണെങ്കിൽ ഇതൊന്നും അറിയാതെ മേടിക്കുവാണ്. തസ്നയ്ക്ക് എന്ത് ടൈറ്റിലാണ് കിട്ടാൻ പോകുന്നത്? ഗുഡ് ടൈറ്റിലാണ്.
Effect of estoppel. Where the owner is estopped by the conduct from denying the seller's authority to sell, the transferee will get a good title as against the true owner. But before a good title by estoppel can be made, it must be shown that the true owner had actively suffered or held out the other person in question as a true owner or person authorized to sell the goods. അതായത് ഇഫക്റ്റ് ഓഫ് എസ്റ്റോപ്പിൾ അറിഞ്ഞൂടെ, നമ്മൾ ആ മറ്റേ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പിൾ എന്നൊക്കെ പറഞ്ഞ സ്ഥിരം LLP-ക്കകത്തും നമ്മുടെ പാർട്ട്ണർഷിപ്പിനകത്തും പഠിപ്പിക്കുന്ന അതേ കോൺസെപ്റ്റ് തന്നെ. ഞാൻ ശരിക്കും മറ്റേ ആൾ ഒറിജിനൽ ആണ്, അതായത് ഒറിജിനൽ പാർട്ട്ണർ ആണെന്ന് ബിലീവ് ചെയ്യുക. വെൻ ഇൻ ഫാക്ട് ഹീസ് നോട്ട് എ പാർട്ട്ണർ, നമ്മൾ ബിലീവ് ചെയ്യാണ്. സെയിം ഇന്റൻഷൻ ആണ് ഇവിടെ വരുന്നത്. Where the owner is estopped by the conduct from denying the seller's authority to sell. സെല്ലറിന് അതോറിറ്റി ഇല്ല എന്നൊരു സംഭവം പറയുന്നില്ല. The transferee will get a good title. ഓണർ വേറൊരാളാണ്, സെല് ചെയ്യുന്ന വേറൊരാളാണ്. ഓണർ ഡിനേ ചെയ്യുന്നില്ല സെല്ലറിന് അതോറിറ്റി ടു സെൽ ഇല്ല എന്ന്. അപ്പൊ ഇത് മേടിക്കുന്ന ആൾക്ക് എന്ത് ടൈറ്റിലേ കിട്ടത്തുള്ളൂ? ഗുഡ് ടൈറ്റിലേ കിട്ടത്തുള്ളൂ. സോ ഇവിടെ മറ്റേ നമ്മൾ പഠിച്ച ശരിക്കുമുള്ള ഓണർ ആണോ വിൽക്കുന്നത്? അല്ല. പക്ഷെ സെല്ലറിന്റെ ആ ഒരു പോയിന്റ് ഓണർ ഡിനേ ചെയ്യുന്നില്ല. അപ്പൊ അയാൾക്ക് അതോറിറ്റി ടു സെൽ ഇല്ല എന്നൊരു സംഭവം ഓണർ ഡിനേ ചെയ്യുന്നില്ല. അപ്പൊ ബയറിന് എന്ത് ടൈറ്റിലേ കിട്ടത്തുള്ളൂ? ഗുഡ് ടൈറ്റിലേ കിട്ടത്തുള്ളൂ. ടു ബി ഓണസ്റ്റ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്, ജസ്റ്റ് ഗോ ഫോർ വൺ ലൈൻ ഈച്ച് ആയിട്ട് പോയത്, കാരണം ടൈം കിട്ടൂല കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഒരു ഐ സേ ഒരു 2-3 ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള 1 or 2 ലൈൻസ് വെച്ച് പോയാൽ മതി. Okay, sale by an unpaid seller. Where an unpaid seller who had exercised his right of lien or stoppage in transit resells the goods, a buyer acquires a good title. Unpaid seller എന്ന് പറഞ്ഞാൽ സെല്ലറിന് ബയർ മൊത്തം പൈസ കൊടുക്കുന്നില്ല. നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞോ താൻ എനിക്ക് തരാനുള്ള പൈസ ബാക്കി തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ബാക്കി പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. അൺപെയ്ഡ് സെല്ലർ നോട്ടീസ് കൊടുത്തിട്ട് പറയും താൻ എനിക്ക് പൈസ തരാത്തോണ്ട് ഞാൻ ഈ പറയുന്ന സംഭവം റീസെൽ ചെയ്യാൻ വേണ്ടി പോവുക. അതായത് എനിക്ക് പൈസ തസ്ന് തരാൻ വേണ്ടി കിടപ്പുണ്ട്. 10,000 rupees ആണ് ഗുഡ്സിന്റെ വില. ഷീ ഹാസ് പെയ്ഡ് മീ 5,000 rupees. ഇപ്പോഴും 5,000 പെൻഡിങ് ആണ്. ഞാൻ തിരിച്ച് ആ ഗുഡ്സ് എടുക്കുന്നു. ഐ ടോൾഡ് ഹർ ഇത്ര ദിവസം കൂടി ഞാൻ സമയം തരാം, ബാക്കി 5,000 തരണം, തന്നില്ലേ ഞാൻ ഈ ഗുഡ്സ് റീസെൽ ചെയ്യും. പുള്ളിക്കാരി എനിക്ക് പറഞ്ഞ ഡേയ്ക്കുള്ളിൽ ബാക്കിയുള്ള 5,000 എനിക്ക് തരുന്നില്ല. ഞാൻ ഈ ഗുഡ്സ് രണ്ടാമത് റീസെൽ ചെയ്യുന്നത് റോഷനാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അഭിജിത്താന്ന് വിചാരിക്കുക. അപ്പം അഭിജിത്തിന് എന്ത് ടൈറ്റിലാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്? ഗുഡ് ടൈറ്റിലാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായല്ലോ അഭിജിത്ത്? ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് what did you actually mean? എനിക്ക് മനസ്സിലായില്ല. Okay, the last one, sale under the provisions of other acts. Sale by an official receiver, liquidator. Official receiver or liquidator എന്തെങ്കിലും സാധനം വിൽക്കുമ്പോൾ അത് മേടിക്കുന്ന ആൾക്ക് ഗുഡ് ടൈറ്റിൽ ആയിരിക്കും. Purchaser of goods from a finder of goods. Finder of goods വഴി എന്തെങ്കിലും ഗുഡ്സ് വിറ്റ് പോകുമ്പോൾ കുറെ നാളായിട്ട് ട്രൂ ഓണറെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, പിന്നെ അത് കൊടുക്കുമ്പോൾ ഗുഡ് ടൈറ്റിലേ കിട്ടത്തുള്ളൂ. സെയിൽ ബൈ എ പോണി ക്യാൻ കൺവേ ഗുഡ് ടൈറ്റിൽ. പോണി എന്തെങ്കിലും പറയുന്ന ഗുഡ്സ് വിൽക്കുമ്പോഴും അത് ഗുഡ് ടൈറ്റിലേ കിട്ടുള്ളൂ. പ്ലെഡ്ജ് ചെയ്തിട്ട് പൈസ കറക്റ്റ് സമയത്ത് കൊടുക്കാത്തോണ്ടല്ലേ അത് മറച്ചു വെക്കുന്നത്. ഗുഡ് ടൈറ്റിലേ കിട്ടുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? So with this we have actually completed the MTP2 series. ഇനി നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസമേ എക്സാമിനുള്ളൂ. സോ ഐ വിൽ പ്രിഫറബിളി സജസ്റ്റ് എങ്ങനെ വോട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എന്നോട് ചോദിച്ചാൽ അത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഡേ സെഷനിൽ നോക്കിയിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ആക്ച്വലി ചെക്ക് ദ ഫസ്റ്റ് ഡേ വീഡിയോ. ഫസ്റ്റ് ഡേയിൽ നമ്മൾ, അതായത് ഫസ്റ്റ് മാരത്തോൺ സീരീസിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് എഴുതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. യു ക്യാൻ ആക്ച്വലി ചെക്ക് ദറ്റ് പെർട്ടിക്കുലർ വീഡിയോ. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട സംഭവം മീൻസ് എന്താ കുറെ, അതായത് ഇപ്പൊ നിങ്ങളുടെ വർക്ക് ബുക്ക് എടുക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് ആണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇനി പ്രൊവിഷൻസ് പഠിക്കാനായിട്ടോ ചാപ്റ്റർ പഠിക്കാനായിട്ടോ നമുക്ക് സമയമില്ല. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം മീൻസ് വർക്ക് ബുക്ക് എടുക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും 1 time എങ്കിലും വായിച്ച് വിടുക. അതിൽ നിന്ന് നിങ്ങൾക്ക് മറന്നു പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയാൽ കിട്ടില്ല എന്ന് തോന്നുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോ പ്രൊവിഷൻസോ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്യുന്ന ചെറിയ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. ദാറ്റ് ഇസ് വാട്ട് ഐ വിൽ സജസ്റ്റ്. കാരണം ഇനി ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ഡു മോർ ഓഫ് സ്റ്റഡീസ്. ഇനി അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴോ വർക്ക് ബുക്കിലൊക്കെ ചില ക്വസ്റ്റ്യൻസ് കുറേ തവണ റിപ്പീറ്റഡ് ആണ്. സോ യു ക്യാൻ ഗിവ് മോർ പ്രയോറിറ്റി ടു ദാറ്റ്. പാർട്ട്ണർഷിപ്പ് എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് 2 സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. മറ്റേ ട്രാൻസ്ഫറിന്റെ റൈറ്റ് എന്താണ്, മൈനർ അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, പിന്നെ ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറയുന്ന ഏരിയ, പിന്നെ അവർ ചോദിക്കുന്നത് ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ഫ്രോഡ്, പിന്നെ മറ്റേ റൈറ്റ് ടു റെമ്യൂണറേഷൻ. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഓരോ യൂണിറ്റിനും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും എന്താണോ പ്രീവിയസ് ഇയർ ചോദിച്ചേക്കുന്നത് ജസ്റ്റ് കീപ് റീ റീഡിങ് ഇറ്റ് കേട്ടോ.
എന്തെങ്കിലും രീതിയിൽ പ്രൊവിഷൻ സെക്ഷൻ നമ്പർ മറന്നു പോവുകയാണെങ്കിൽ പ്രൊവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ബൈ വിർച്യൂ ഓഫ് ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, ബൈ ദ വിർച്യൂ ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ LLP ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് LLP ആക്ട്, കമ്പനീസ് ആക്ട് ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. സെക്ഷൻ നമ്പർ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ദ ആക്ട് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് LLP ആക്ട്. അങ്ങനെ ആക്ടിന്റെ പേര് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അനാലിസിന്റെ സംഭവം ഒത്തിരി വലിച്ചു വാരി എഴുതരുത്. കുട്ടികൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ആൻഡ് ക്വസ്റ്റ്യൻ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇതാണ്. സി യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി മാർക്സ് ഫോർ ഇറ്റ്. ഈ ക്വസ്റ്റ്യൻ തന്നെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊരു ഫോർമാറ്റ് ആണ്. ആ ഫോർമാറ്റിന് വേണ്ടി ചിലപ്പോൾ ഒരു അരമാർക്ക് കിട്ടുമായിരിക്കും. ഏറ്റവും കൂടുതൽ മാർക്ക് വീഴുന്നത് പ്രൊവിഷനും പിന്നെ കൺക്ലൂഷനുമാണ്. സോ അത് ഏറ്റവും നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഇസ് വാട്ട് ഐ വിൽ സജസ്റ്റ്. ഞാൻ വേറൊരു ചെറിയ സാമ്പിളൂടെ പറഞ്ഞുതരാം. ഈ കൺക്ലൂഷൻ എഴുതുമ്പോൾ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് ഇപ്പോൾ സെൻഡ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഐ ജസ്റ്റ് ഷോ യു എ സാമ്പിൾ. ഓക്കെ, നോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണെന്ന് വിചാരിക്കുക. സ്റ്റേറ്റ് ഗിവിംഗ് റീസൺസ് വെദർ ദ ഫോളോയിങ് ആർ പാർട്ട്ണർഷിപ്പ്. മൂന്നും പാർട്ട്ണർഷിപ്പ് ആണോ എന്നാണ് ക്വസ്റ്റൻ. സോ മൂന്നിനും സെപ്പറേറ്റ് പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ, പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ, പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് പ്രൊവിഷൻ എഴുതാം. കാരണം മൂന്നും ഒരൊറ്റ ക്വസ്റ്റ് ആണ്. മൂന്നും പാർട്ട്ണർഷിപ്പ് ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റൻ. സോ കോമൺ ആയിട്ട് പ്രൊവിഷൻ എഴുതുക. അനാലിസിസും കൺക്ലൂഷനും മാത്രം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ മതി. കൺക്ലൂഷൻ കൊടുക്കാൻ നേരത്ത് ഈ നമ്പർ എഴുതാൻ വേണ്ടി മറക്കരുത്. നമ്പർ എഴുതാൻ മറക്കരുത്. 2, 3. ക്ലിയർ ആയോ? സോ ഇഫ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, അതുപോലെ നേരത്തെ ഒരു സംഭവം ഓർമ്മയില്ലേ, ഇത് മറ്റേ അസറ്റൈൻ ഗുഡ്സ് ആണോ അൺഅസറ്റൈൻഡ് ആണോ ഫ്യൂച്ചർ ആണോ എന്നൊക്കെ പറയുമ്പോൾ പ്രൊവിഷന്റെ അകത്ത് അസറ്റൈൻ അൺഅസറ്റൈൻ ഫ്യൂച്ചർ ഗുഡ്സ് ഒരുമിച്ച് എഴുതുക പ്രൊവിഷൻ എന്ന് പറഞ്ഞു. ദെൻ ഓരോ ക്വസ്റ്റൻ അനുസരിച്ച് അനാലിസിസ് കൺക്ലൂഷൻ. സെറ്റായോ? Is there anything else that you want to ask? Because we don't have a next session. Appo endengilum undengil I can clarify it right now. Endengilum that you actually want me to help you out. Thank you so much. ഏതെങ്കിലും ക്ലാസ്സസ് മാരത്തോൺ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. രണ്ടാമത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ വാച്ച് എ മാരത്തോൺ വീഡിയോസ് അഗെയിൻ. അതുപോലെ പരീക്ഷയുടെ തലേന്ന് ഒരിക്കലും പുതിയൊരു ടോപ്പിക്ക് പഠിക്കരുത്. പ്രിഫറബിളി ഞാൻ പറയുവാണെങ്കിൽ അക്കൗണ്ട്സ് എക്സാം കഴിഞ്ഞ് വരുമ്പോഴാണ് ലോയുടെ എക്സാം വരിക. സോ നിങ്ങൾക്കൊരു 1.5 ദിവസത്തോളം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടും. സോ നിങ്ങൾക്ക് ആ പരീക്ഷയുടെ അന്ന് രാവിലെ റിവൈസ് ചെയ്യാൻ ഞാൻ പറയുവാണെങ്കിൽ പ്ലീസ് ഗോ ഫോർ നെഗോഷ്യബിൾ. ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൾട്ട് ഇഫ് യു ഡു ഇറ്റ് ദ ഡേ ബിഫോർ, ഓൺ ദ ഡേ ഓഫ് എക്സാം. കാരണം ഉച്ചയ്ക്ക് 2 മണിക്കല്ലേ, ഓൺ ദ ഡേ. ഇപ്പോൾ രാവിലെ ഒരു 6 o'clock സ്റ്റാർട്ട് ചെയ്താലും യു ക്യാൻ റിവൈസ് ഇറ്റ്. നെഗോഷ്യബിള്, പിന്നെ യു ക്യാൻ ആക്ച്വലി ഡു LLP കമ്പനിയൊക്കെ പെട്ടെന്ന് തീരുന്ന ഏരിയാസ് ആണ്. കമ്പനീസ് ആക്ട്, ആൻഡ് യു ക്യാൻ ഗോ ഫോർ പാർട്ട്ണർഷിപ്പ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് വരുന്നത് നോക്കാം. ഈ 3 അന്ന് നോക്കിയാൽ മതി ഓൺ ദ ഡേ ഓഫ് എക്സാം. ഈ 1.5 days ഒരു ദിവസം അവധി വരത്തില്ലേ, 1 day ഹോളിഡേ, അന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും സോഗയും നോക്കാം, സെയിൽ ഗുഡ്സ് ആക്ടും നോക്കാം. ഓക്കെ, ഇത് നോക്കാം. പരീക്ഷ കഴിഞ്ഞ് വരുന്ന അന്ന് യു ക്യാൻ ആക്ച്വലി ഡു പാർട്ട്ണർഷിപ്പ് ആൻഡ് IRF പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാലും യു വിൽ ആക്ച്വലി. ഏകദേശം ഒരു ഐഡിയ മനസ്സിലായോ, എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? മാക്സിമം ലോ ലാംഗ്വേജസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ലോ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ തന്നെ യു ഗെറ്റ് കൈൻഡ് ഓഫ് ഗുഡ് മാർക്സ്. ഷുഡ് മസ്റ്റിന് പകരം യു ക്യാൻ യൂസ് ഷാൽ, മേന്ന് മാക്സിമം ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ കുറെ യൂസേജസ് വരാം. അതായത് കൺക്ലൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഴുതാം ഇൻ ദ ലൈറ്റ് ഓഫ് എബവ് പ്രൊവിഷൻ. അപ്പോൾ അതൊക്കെ ഒരു ലോ ലാംഗ്വേജ് ആണ്. യു ക്യാൻ ആക്ച്വലി ബ്രിങ് ഇറ്റ്. ഷാൽ ബി ഇൻ ദ ലൈറ്റ് ഓഫ് എബവ് പ്രൊവിഷൻ, ബൈ ദ വിർച്യൂ ഓഫ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ലോ ലാംഗ്വേജ് അതിനകത്ത് വരുന്നുണ്ട്, റാദർ ദാൻ റൈറ്റിംഗ് ഇറ്റ് ഇൻ എ വെരി സിമ്പിൾ ലാംഗ്വേജ്. Notwithstanding, subject to contract, ഇതൊക്കെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ടു യൂസ് ഇറ്റ്. പ്രൊവൈഡഡ് ദാറ്റ്, ഇതൊക്കെ പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞത് എക്സെപ്ഷൻ. സബ്ജക്ട് ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ കൺസിഡർ ചെയ്തിട്ട്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ഉണ്ട് ഏതെങ്കിലും സെക്ഷൻ ആണെങ്കിൽ അങ്ങനെ അങ്ങനത്തെ 1-2 വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ദ ലോ ലാംഗ്വേജ് കംസ് നാച്ചുറലി. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഐ വിൽ ഡെഫിനറ്റ്ലി സീ യു ഫോർ CA Intermediate. ഓക്കെ, നന്നായി എഴുതൂ.
RTP, MTP, and those chapters which you find to be very difficult, please watch the marathon again. Self study ചെയ്യുന്നതിൽ എപ്പോഴും നല്ലത് ക്ലാസ് കേട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.